നമസ്തേ ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ 2/3 ഭൂരിപക്ഷവുമായി BJP അധികാരത്തിലേക്ക്. ആകെയുള്ള 70 സീറ്റുകളിൽ 48 എണ്ണത്തിൽ BJP വെന്നിക്കൊടി പാറിച്ചപ്പോൾ 2013 മുതൽ ഇന്ദ്രപ്രസ്ഥം ഭരിച്ചിരുന്ന AAP 22 സീറ്റുകളിൽ ഒതുങ്ങി. കോൺഗ്രസ് തുടർച്ചയായ 3ാം തവണയും വട്ടപൂജ്യമായി. ഇടത് പാർട്ടികൾക്ക് നോട്ടയുടെ വോട്ട് പോലും ലഭിച്ചില്ല. ആപ്പിൻ്റെ ചിഹ്നമായ ചൂല് ഉപയോഗിച്ച് തന്നെ ഡൽഹിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ അഴിമതിയുടെയും അഹങ്കാരത്തിൻ്റെയും ദേശവിരുദ്ധതയുടെയും ശക്തികളെ തൂത്തുവൃത്തിയാക്കി. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്ന പാഠങ്ങൾ എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. രാഷ്ട്രീയ നിരീക്ഷകനും കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ജി ഗോപകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ആം ആദ്മി പാർട്ടി സംസ്ഥാന സമിതി അംഗം സജു മോഹൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, എങ്ങനെ വിലയിരുത്തുന്നു ഡൽഹിയിലെ മിന്നുന്ന വിജയത്തെ? നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷമായി രാജ്യത്ത് നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹിയിലെ ജനങ്ങൾ 3 പാർട്ടിയെയും അടുത്ത് കണ്ടവരാണ്. കാരണം ഡൽഹി ഭരിക്കാനുള്ള അവസരം ഈ 3 പാർട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 98 നവംബർ മാസം മുതൽ 2013 നവംബർ മാസം വരെ ദീർഘമായ 15 വർഷം ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ്. 2008 മുതൽ 2023 വരെ ദീർഘമായ 15 വർഷം ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചത് BJP ആണ്. ഡൽഹിക്ക് ആഭ്യന്തര വകുപ്പില്ല. നമുക്കറിയാം, ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. അത് കേന്ദ്ര സർക്കാരിലാണ്. കഴിഞ്ഞ 11 വർഷമായി ഈ BJP ആണ് ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടി 10 വർഷം ഡൽഹി ഭരിച്ചു. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായി അവര് സംസ്ഥാനത്തിന്റെ കൂടെ മുനിസിപ്പൽ കോർപ്പറേഷനും ഭരിക്കുന്നു. അപ്പൊ ഈ 3 പാർട്ടികളെയും ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ട്. അവരെ ഭരണം എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഒരു സാഹചര്യത്തിലാണ്, നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടി സഖ്യമായിട്ട് മത്സരിച്ചിട്ട് കിട്ടിയത് 0. ഇത്തവണ അവര് വേറെ മത്സരിച്ചു. ആ ഒരു സംവിധാനത്തിനെ പറ്റി പഠിച്ച 3 പാർട്ടികളെയും കൃത്യമായി മനസ്സിലാക്കിയ ഡൽഹിയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്നതാണ് ഡൽഹിക്കും ഡൽഹിയിലെ ജനങ്ങൾക്കും നല്ലത് എന്ന് തീരുമാനിച്ചു. അതായത് 11 വർഷമായി ഡൽഹിയിൽ കൊണ്ടുവന്ന വികസനം, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനം, അതുപോലെ തന്നെ ഡൽഹിയിലെ ക്രമസമാധാനം, അതുപോലെ ഡൽഹി എന്ന നമ്മുടെ തലസ്ഥാനത്തെ ഒരു ലോക നിലവാരമുള്ള നഗരമാക്കി മാറ്റാനുള്ള മോഡി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഡൽഹിക്ക് ചുറ്റും നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ലത് BJP ആണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ BJPയോടൊപ്പം നിന്നു. അതോടൊപ്പം ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത്, അല്ലെ ഡൽഹിയിൽ വളർന്നു വന്നത്? 2014 വരെ ഡൽഹി അല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്തിട്ട് അണ്ണാ ഹസാരെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ ചേർന്ന് അതിൽ നുഴഞ്ഞു കയറി നേതാവായ ആളാണ് ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ. അങ്ങോട്ട് പിന്നെ അണ്ണാ ഹസാരയെ വിട്ടു. അണ്ണാ ഹസാരെ പറയുന്നതും കേൾക്കണ്ടായി. അദ്ദേഹം ഒരു പാർട്ടിയാക്കി മാറ്റിയതിനെ അവര് അങ്ങനെയാണ്, കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുഴപ്പക്കാര്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ലോക്പാൽ കൊണ്ടുവരും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആദ്യം അവർക്ക് 27 സീറ്റാണ് 2013 കിട്ടിയത്. അത് കിട്ടി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇതേ കോൺഗ്രസിന്റെ 9 ആളെ സഹായത്തോടെ മുഖ്യമന്ത്രിയായി. അതിനുശേഷം വീണ്ടും ഒറ്റയ്ക്ക് അധികാരം ലഭിച്ചു. ഇപ്പോ
ഈ മദ്യ അഴിമതി വന്നപ്പോൾ ആദ്യമായിട്ട് ഈ അഴിമതിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നത് PCC പ്രസിഡന്റ് അനിൽ ചൗധരിയാണ്. അതെ, അങ്ങോട്ടാണ് ആദ്യമായി പരാതി കൊടുക്കുന്നത്. ആ പരാതി നമ്മുടെയൊക്കെ കൈവശമുണ്ട്. അങ്ങനത്തെ കോൺഗ്രസുമായി 2024 സഖ്യം ഉണ്ടാക്കി. ഇപ്പൊ പറഞ്ഞതിനൊക്കെ വിപരീതമായി ചെയ്യുക, അഴിമതിക്കെതിരെ പ്രസംഗിക്കുക, അഴിമതി കാണിക്കുക, അവസരം കിട്ടിയാൽ. ലളിത ജീവിതം ആണ് ഭരണാധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടതെന്ന് പറയാൻ 41 കോടി രൂപ ചെലവഴിച്ച് തന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊട്ടാര സമാനമാക്കുക, രാജാക്കന്മാരുടെയോ ചക്രവർത്തിമാരുടെയോ ഒക്കെ വീട് പോലെ ആക്കുക. ഇങ്ങനെ ഈ രാജ്യത്ത് യാതൊരു വിധത്തിലുള്ള മൂല്യങ്ങളും ഒരു പ്രസക്തമല്ല എന്ന് തെളിയിച്ച ഒരു പാർട്ടിയായി, അല്ലെങ്കിൽ ഇതൊരു പാർട്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, വേറെന്തെങ്കിലും പേരിൽ വിളിക്കണം, അതായി ആം ആദ്മി പാർട്ടി അധപ്പതിച്ചു. അവരെ നേതാക്കന്മാർക്കൊക്കെ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. ഡൽഹിയിൽ കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെയായി. പിന്നെ അവർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, സ്ത്രീകൾക്കൊക്കെ ബസ്സിൽ ഫ്രീ ആണെന്നാണ് പറയുന്നത്. 50,000 രൂപ 60,000 രൂപ ശമ്പളം വാങ്ങുന്ന സ്ത്രീകളാണ് ബസ്സിൽ ഫ്രീ ആയിട്ട് പോകുന്നത്. എന്താ അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരുതരം അർബൻ നക്സലിസം, അരാജകത്വവാദം, ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിക്ക് ശുദ്ധവായു ലഭിച്ച ദിവസമാണ്, ആശ്വാസം കിട്ടിയ ദിവസമാണ്. BJPയെ വീണ്ടും അധികാരത്തിലേക്ക് ഡൽഹിയിലെ ജനങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ്. ആ ഡൽഹിയിലെ ജനങ്ങളെ മുമ്പിൽ 2 കൈയും കൂപ്പി ഞങ്ങൾ നമസ്കരിക്കുകയാണ്. ഓക്കെ, സജീവ് മോഹൻ, AAPയുടെ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ വിലയിരുത്തലിൽ? നമസ്തേ. നമസ്തേ. ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 43.68% ആണ്. അതായത് ഇപ്പോഴത്തെ ഇലക്ഷനിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടിങ്ങില് 43.68% വോട്ടിംഗ് ശതമാനം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിജയിയായ നമ്മുടെ BJPക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 45.95%. അതായത് ഒരു 2.35% വോട്ടിങ്ങിന്റെ വോട്ട് ഷെയറിന്റെ ഡിഫറൻസിലാണ് BJPക്ക് 26 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അതിൽ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നു. ശ്രീ കേജ്രിവാൾ എന്ന് കൃത്യമായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ജനാധിപത്യ വെർഡിക്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ക്രിയാത്മകമായിട്ട് പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. കാരണം എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 27 വർഷം ജനങ്ങൾ പുറത്തിരുത്തിയിരുന്ന ഒരു പാർട്ടിക്ക് അധികാരം കിട്ടുമ്പോൾ അവര് അത്യധികം ആഹ്ലാദിക്കും. അത് തെറ്റൊന്നുമില്ല. എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി കൊടുത്തിരുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത് ഓരോ വനിതയ്ക്കും 2,100 രൂപ വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ BJP അവിടെ 2,500 രൂപ വെച്ച് കൊടുക്കും എന്നാണ് അവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. അപ്പോ എന്തായാലും അവിടുത്തെ വനിതകൾക്ക് 400 രൂപ എക്സ്ട്രാ കൊടുക്കുവാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വരുമല്ലോ എന്നൊരു സന്തോഷം മനസ്സിലുണ്ട്. അതല്ല, ഇവർക്ക് ഈ പറഞ്ഞ പ്രകടന പത്രിക പേപ്പർ മാത്രമാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന അർബൻ നക്സലൈറ്റ് എന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന, അഴിമതിക്കാരെന്ന് നിങ്ങൾ മുദ്രകുത്തുന്ന ഈ അരവിന്ദ് കെജ്രിവാളും ഞങ്ങളുടെ ഈ പാർട്ടി, അതായത് ആം ആദ്മി പാർട്ടി ഇവിടെ തന്നെ കാണും. ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് തന്നെ പ്രവർത്തിക്കും. അടുത്ത തവണ തിരിച്ച് 3 സീറ്റിലോട്ട് പോകാതെ BJP നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർബൻ നക്സലൈറ്റുകൾ തന്നെ തിരിച്ച് അധികാരത്തിൽ വരുമെന്ന് കൂടി ഞങ്ങൾ അറിയിച്ചുകൊള്ളു. അല്ല സജീവ് മോഹൻ, നോക്കൂ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, മന്ത്രിമാർ എല്ലാവരും അഴിമതി കേസിൽ അഴിയെണ്ണി. മാത്രമല്ല, രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ട് വാങ്ങിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. നിങ്ങളതിനെ കുക്ഡപ്പ് സ്റ്റോറിയാക്കി അവതരിപ്പിക്കാൻ നോക്കി. എന്നാൽ ജനങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെടാൻ നിന്ന് തന്നില്ല. അതല്ലേ യാഥാർത്ഥ്യം? വെറും ആരോപണമല്ലല്ലോ ഇത്. ഈ ഒരു ആരോപണമാണ് സാർ. ഇത് നിങ്ങൾ ആരോപണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് അത്തരത്തിലൊരു ഫണ്ട് കളക്ട് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിൽ എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഇവിടെ വ്യക്തമാക്കണം. അല്ല, നമ്മള് ഓപ്പണായിട്ട് അല്ല ഇവിടെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന്, ഞങ്ങൾ ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവിടെ BJPക്കാരെല്ലാം ഒരുപാട് അവകാശവാദങ്ങൾ പറയാറുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ സെന്റർ ഭരിക്കുന്ന, രാജ്യസുരക്ഷയെ നോക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ഉണ്ടല്ലോ, അവർ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരം കേസുകളിൽ. അതും കൂടെ ഇവിടെ ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അല്ല, ഇനിയിപ്പോ വരുമല്ലോ, അന്വേഷണം നടക്കുകയല്ലേ. അപ്പോ മദ്യനയ അഴിമതിയോ? അതും കുക്ഡപ്പാണ്. മദ്യനയ അഴിമതി എന്ന് പറയുന്നത്
ED CBI രചിക്കപ്പെട്ട കേജ്രിവാൾ അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ രചിച്ച ഒരു നാടകത്തിന്റെ പാർട്ടാണ്. അതില് വെർഡിക്റ്റ് പറയേണ്ട എവിടെ നിന്നാണ്? സുപ്രീം കോടതിയാണ് വെർഡിക്റ്റ് പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന CBI കോടതിയാണ് വെർഡിക്റ്റ് പറയേണ്ടത്. കോടതിക്ക് മുമ്പേ ഇവിടെ BJPയുടെ നേതാക്കൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കോടതിയെയും കാട്ടി വലിയ കോടതിയാണ് ഇവിടുത്തെ BJP നേതാക്കൾ. അതായത് കേജ്രിവാൾ അഴിമതി ചെയ്തു കഴിഞ്ഞു, ഇനി ജീവിതകാലം മൊത്തം ജയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്? എത്ര കാലം അവർ ജയിലിൽ കിടന്നിട്ടുണ്ട്? കൊലപാതക കേസുകളിൽ എത്ര കേസുകളിൽ പുള്ളി ജയിലിൽ പോയിട്ടുണ്ട്? അപ്പൊ പുള്ളി ആ രീതിയിലാണോ പിന്നീട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോ എൻഡ് ഓഫ് ദി ഡേ കോടതി എന്താണോ പറയുന്നത്, കോടതിയുടെ വെർഡിക്റ്റ് ആണ് അന്തിമ വെർഡിക്റ്റ്. അതിന് വരയ്ക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനു മുൻപേ BJPക്കാര് മുൻവിധി എഴുതുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല സജിമോഹൻ, നോക്കൂ, തെറ്റൊന്നും ചെയ്യാതെ അങ്ങനെ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഇപ്പോൾ മനീഷ് സിസോദിയ ഏകദേശം 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു അല്ലേ? നമ്മുടെ കെജ്രിവാളും സത്യേന്ദർ ജെയിൻ അതെ കെജ്രിവാളും കുറേ ദിവസങ്ങൾ ജയിൽ ചെലവഴിച്ചു. കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞെന്താ? നിങ്ങൾ വീണ്ടും താമരയിൽ പ്രസ് ചെയ്യരുത്. നിങ്ങൾ പോളിംഗ് ബൂത്ത് പോകുമ്പോൾ ഒരു കാരണവശാലും EVMലെ താമരയിൽ പ്രസ് ചെയ്യരുത്. താമരയിൽ പ്രസ് ചെയ്താൽ ഞാൻ വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. അതിനുള്ള ഒരു അവസ്ഥയുണ്ടാക്കരുത് എന്ന് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? അദ്ദേഹം എന്തിനാ ഭയക്കുന്നത്? തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കുന്നത്? സാറ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇവിടെ ED CBI രജിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് കേസുകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയൊക്കെ അവിടെ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തത് നമ്മൾ കാണുന്നതാണ്. സാന്റിയാഗോ മാർട്ടിന് എഗൻസ്റ്റ് CBI ED കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് ജയിലിൽ പോയി എന്നതിനുള്ള ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടതെങ്കിൽ അദ്ദേഹം BJPയുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ BJP നയിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാകാനോ അല്ലെങ്കിൽ BJP നടത്തുന്ന വെർഡിക്റ്റിന്റെ ഭാഗമായി നിൽക്കാനോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്തുകൂടി? സ്വന്തം പാർട്ടിക്കാരെ ചതിച്ചിട്ട് കോംപ്രമൈസ് ചെയ്തുകൂടി? അദ്ദേഹം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മുടെ പാർട്ടിയുടെ ഭാഗമല്ല, ആശയമല്ല. അതുകൊണ്ട് നമ്മുടെ നേതാക്കൾ ജയിലിൽ പോകുന്നു. ജയിലിൽ പോകാത്ത എത്ര നേതാക്കളുണ്ട്? ഞാൻ എണ്ണി പറഞ്ഞു തരട്ടോ. സജു, ഇത്രയും വലിയൊരു പരാജയം, ഇപ്പം താങ്കൾ പറഞ്ഞു വോട്ട് ഷെയർ അതിലുള്ള ഡിഫറൻസ് 2.5% മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 70-ൽ 48 സീറ്റുകളാണ് BJP നേടിയിരിക്കുന്നത്. അപ്പം അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്നു കുക്ഡപ്പ് സ്റ്റോറികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി ഇവരെയൊക്കെ അകത്താക്കി എന്നുള്ളത്. അപ്പോൾ ഡൽഹിയിലെ വോട്ടർമാർ മണ്ടന്മാരാണോ? സാറേ, കേജ്രിവാള് ജയിൽ മോചനം നേടിയതിനു ശേഷം എന്താണ് ചെയ്തത്? CM സ്ഥാനം രാജിവെച്ചു. ഞാൻ ജനങ്ങളുടെ മുന്നിൽ പോകുന്നു, ഞാൻ ജനങ്ങളുടെ വിധി എഴുതുന്നു. ഓക്കെ, ജനവിധി ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം അംഗീകരിച്ചു, തോൽവി അംഗീകരിച്ചു, BJPയുടെ വിജയം അംഗീകരിച്ചു. ഓക്കെ, പക്ഷേ നിങ്ങൾ കേജ്രിവാൾ മത്സരിച്ച മണ്ഡലത്തിന്റെ ഒരവസ്ഥ നിങ്ങൾ നോക്കണം. ഏകദേശം 25 സ്ഥാനാർത്ഥികളാണ് കേജ്രിവാളിനെതിരെ എഗൻസ്റ്റ് മത്സരിച്ചിരിക്കുന്നത്. നിങ്ങൾ അതില് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റുകൾ മിനിമം 30 വോട്ടെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയണം. ഒരു കറക്റ്റ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവിടെ BJP ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. രണ്ടാമത്, അമിത്ഷാ അവസാനത്തെ ഈ പറഞ്ഞ പ്രകടനത്തില്, രാഷ്ട്രീയ പ്രവർത്തനത്തില് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേജ്രിവാൾ, മനീഷ് സിസോദിയ, ആതിഷി ഈ 3 പേർ തോൽക്കുമെന്നാണ്. അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗും അതിനു വേണ്ടിയിട്ടുള്ള ബാക്ക് എൻഡ് വർക്കുകളും ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ആതിഷി സജു, അത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ കേജ്രിവാളിനെയും സിസോദിയെയും തോൽപ്പിക്കുക അല്ലെങ്കിൽ അതിഷിയെ തോൽപ്പിക്കുക, അതിപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ആരാണെങ്കിലും അവരുടെ അജണ്ട അത് തന്നെ ആയിരിക്കുമല്ലോ. അതിൽ അസ്വാഭാവികമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാലേ ശ്വാസം എടുക്കാക്കുള്ളൂ നമുക്കും നിർബന്ധമില്ലല്ലോ. ഞങ്ങളും പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് അധികാരം ഇല്ലെങ്കിലും ഞങ്ങൾ ശ്വാസം എടുക്കും. ഞങ്ങള് ജനങ്ങളെ സേവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കേജ്രിവാളിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടല്ലോ. ഞങ്ങള് എന്നും ഭരണപക്ഷത്തിരിക്കാനോ മുഖ്യമന്ത്രി ആകാനോ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്, ജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നത്. ഇന്ന് ജനവിധി വന്നിരിക്കുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ ക്രിയാത്മക പ്രതിപക്ഷം ഞങ്ങൾ വർക്ക് ചെയ്യും. ഞങ്ങൾ ജനങ്ങളെ മുൻപിൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരും. അതിലവിടെ ഒരു അർബൻ നക്സലൈറ്റ് എന്ന് പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ ഈ അർബൻ നക്സലൈറ്റ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തല്ലേ BJP ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.
അവിടെ കൊടുക്കുന്ന സൗജന്യങ്ങള് ഇപ്പൊ സാറ് തന്നെ പറയുന്നുണ്ട്, അന്തനേരം വഹിക്കുന്ന സ്ത്രീകൾക്ക് എന്തിനാ നമ്മൾ ബസ്സിൽ ഫ്രീ കൊടുക്കുന്നതെന്ന്. അതെ. ഇതൊക്കെ പുച്ഛത്തോടെ വനിതകളെ ആക്ഷേപിക്കുന്ന, അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ നിങ്ങൾ ആ പ്രകടന പത്രികയെ കുറിച്ച് പറയുന്നത്. അത് ജനങ്ങൾ കാണട്ടെ, അത്രേ ഉള്ളൂ. അല്ല, ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ രാഷ്ട്രീയ ഗുരു, ആപ്പിൻ്റെ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാ? അണ്ണാ ഹസാരെ. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? കേജ്രിവാൾ പണത്തിന് പുറകെ പോകുന്നു. അത് കേജ്രിവാളിനെ ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചതാണ്. കേജ്രിവാൾ എന്തുകൊണ്ടാണ് അണ്ണാ ഹസാരെയുമായിട്ട് ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു മിസ്ഗൈഡിങ് വന്നതെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് കേജ്രിവാൾ ഒരു സമയം തിരിച്ചറിയുകയാണ്, ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഒരു സമയം തിരിച്ചറിയുകയാണ്, കൃത്യമായ ഒരു രാഷ്ട്രീയം, അതായത് പഠിച്ച ആൾക്കാർ രാഷ്ട്രീയത്തിൽ വരാത്തത് കൊണ്ടുള്ള ചെളിക്കുണ്ടിലാണ് ഈ നാട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അണ്ണാ ഹസാരെ അത് എതിർത്തു. അണ്ണാ ഹസാരെ പറഞ്ഞു, ഞങ്ങളുടേത് ഒരു NGO ആണ്, അണ്ണാ ഹസാരെ ഒരു NGO മൂഡിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചു. അത് രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് പോയി. രാഷ്ട്രീയപരമായിട്ട് പാർട്ടി രൂപീകരിച്ചു. കേജ്രിവാളാണ് പാർട്ടി രൂപീകരിച്ചത്. കേജ്രിവാൾ പാർട്ടി രൂപീകരിച്ചു, സംഘടിപ്പിച്ചു. 15 വർഷത്തോളം ഡൽഹിയുടെ CM ആയിരുന്നു. അതിനുശേഷം പഞ്ചാബിൽ വന്നു, ഇപ്പൊ കശ്മീരിൽ വന്നു, 5 MLA-മാരായിട്ട് ഗുജറാത്തിൽ വന്നു, 2 MLA-മാരായിട്ട് ഗോവയിലോട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആദർശം ഇവിടുത്തെ ജനം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. അധികാരപ്രമത്തതയോട് ഒരു താല്പര്യവും ഇല്ലേ കെജ്രിവാളിന്? ഇല്ല. ഞങ്ങൾ പ്രതിപക്ഷമാകാനും BJP-യെ ഇന്ന് അഭിനന്ദിച്ചുകൊണ്ടാണല്ലോ കേജ്രിവാൾ മെസ്സേജ് ഇട്ടേക്കുന്നത്. കാരണം 27 വർഷം പാർട്ടി അധികാരത്തിലില്ലാത്ത പാർട്ടി വളരെ ആവേശപൂർവ്വം അധികാരത്തിലോട്ട് വരികയാണ്. കഴിഞ്ഞ വർഷം 3 പേരായിരുന്നു അവരുണ്ടായിരുന്നത്. പ്രതിപക്ഷം എന്നൊരു സ്ഥാനത്തിന് വേണ്ടി ഇരിക്കാൻ പോലും ആ 3 പേര് നിയമസഭയിൽ വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു പാർട്ടിയെ ജനങ്ങൾ അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പം അവർ വരട്ടെ. വെറും 2.35% വോട്ട് ഷെയർ കൂടി കിട്ടി, അവർക്ക് 26 സീറ്റ് കൂടുതൽ കിട്ടി. അപ്പൊ ജനാധിപത്യപരമായിട്ട് അവർ അധികാരത്തിലിരിക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്കുള്ള പവർ ഉണ്ട്. അവരത് മുന്നോട്ട് കൊണ്ടുപോട്ടെ, നല്ല രീതിയിലോട്ട് ഭരണം നടത്തട്ടെ. യെസ്, ശ്രീപത്മനാഭൻ ചേട്ടൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മറുപടി ഉണ്ടാവും. യെസ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അഴിമതിക്കെതിരെ കുരിശ് യുദ്ധം നടത്തുന്ന, അധികാരത്തോടൊട്ടും താല്പര്യമില്ലാത്ത കെജ്രിവാളിനെയും സിസോദിയെയും നിങ്ങളുടെ കേന്ദ്ര ഏജൻസി എന്തിനാണ് സാർ പിടിച്ച് അകത്തിട്ടത്? അതെന്താ അറിയോ, ഈ കോൺഗ്രസ്സുകാരും ആം ആദ്മി പാർട്ടിക്കാരും കൂടി കളിക്കുന്ന ഒരു നാടകമാണ് ഡൽഹിയിൽ 2013 മുതൽ തുടങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേജ്രിവാള് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മൻമോഹൻ സിംഗിന്റെയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസ് സർക്കാരുകളുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലം ഇന്ത്യയിൽ നടന്ന ഭീകരമായ അഴിമതി, ആ ഭീകരമായ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ അണ്ണാ ഹസാരെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ വലിയ സമര പരിപാടികളും അതോടൊപ്പമാണ് നിർഭയ സംഭവം ഉണ്ടാവുന്നത്. ഇതൊക്കെ കൂടി ചേർന്ന് ഡൽഹിയിൽ ഒരു വലിയ വിദ്യാർത്ഥി യുവജന രോഷമുണ്ടായി. ഇത് ഒരു രാഷ്ട്രീയേതരമായി ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ കൊടിയൊന്നും ഇല്ലാണ്ട് അവർ ചെയ്തതാണ്. അങ്ങനെയുള്ള ആ ഒരു വലിയ ഒരു സമര കോലാഹലത്തിന്റെ ഇടയിൽ ഇയാൾ അങ്ങനെ ഉയർന്നു വരികയാണ്, അണ്ണാ ഹസാരെയുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആയിട്ട്. പതുക്കെ ഇങ്ങൊരു രാഷ്ട്രീയക്കാരനാവുകയാണ്. ഇവര് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. ഇവർ അധികാരത്തിൽ വന്നു എന്ന് വെച്ചാൽ 27 സീറ്റാണ് 2013 കിട്ടുന്നത്. 31 സീറ്റ് BJP-ക്കും. അപ്പൊ 27ഉം 31ഉം കൂട്ടിയാൽ നമുക്കറിയാം 58 സീറ്റായി. 9 സീറ്റോ മറ്റോ ആണ് കോൺഗ്രസിന് കിട്ടിയത്. BSP-യും ചെറിയ ഇൻഡിപെൻഡൻസും ബാക്കി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എന്താ സംഭവിച്ചത്? നാളിതുവരെ കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച അണ്ണാ ഹസാരെയുടെ കൂടെ നിന്ന് കോൺഗ്രസിനെതിരെ സമരം ചെയ്തവർ ഒറ്റ സുപ്രഭാതത്തിൽ കോൺഗ്രസിനെ പിന്തുണ വാങ്ങി അധികാരത്തിൽ വരിക. അപ്പോ ഇവരെന്ത് മര്യാദയാണ് ഇവർക്ക്, എന്ത് രാഷ്ട്രീയ മൂല്യമാണ്? എത്തിക്സ് പറഞ്ഞ ഒരു സംഗതിയില്ലേ രാഷ്ട്രീയത്തിൽ? എന്ത് മര്യാദ അവർ കാണിച്ചത്? അത് കഴിഞ്ഞു, അത് പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടന്നു, ഇവർക്ക് 67 സീറ്റ് കിട്ടി. ആ സമയത്താണ് ഡൽഹിയിൽ JNU-വിൽ സമരം നടക്കുന്നത്. സമരമല്ല, എന്താ വിളിച്ചത്? ഭാരത് തേരെ
टुकड़े टुकड़े हो गए इंशा अल्लाह। भारत की बर्बादी तक जंग रहेगी इंशा अल्लाह। अफसल हम शर्मिंदा है तेरे काफिल अभी जिंदा है. ഇതൊക്കെ വിളിച്ച ആൾക്കാരറിയോ? ആ കനയ്യകുമാർ, പിന്നെന്താ വേറെ കുറെ ആളുകളുണ്ട്. ഇവരെയൊക്കെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു. ഇവരൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും പോയി ഇവരെ കൂടെ ഇടവും വലവും നിന്ന് ഡൽഹി JNUവിൽ യോഗം നടത്തി ഫോട്ടോ എടുത്തു. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാ. അതാ ഞാൻ അർബൻ നക്സലൈറ്റ് എന്ന് വിളിച്ചത്. ഭാരത് തേരെ ടുക്കടെ ടുക്കടെ ഹോഗെ, ഭാരതമേ നിന്നെ കഷ്ണം കഷ്ടമാക്കുന്നു പറയുന്നവന്റെ പേര് അർബൻ നക്സലൈറ്റ് എന്നാണ്, തീവ്രവാദി എന്നാണ്, രാജ്യദ്രോഹി എന്നാണ്. മറ്റേ ഭാരത് കി ബർബാദി തക്ക് ജംഗ് രഹേഗി എന്ന വാക്കിന്റെ ഹിന്ദിയുടെ അർത്ഥം എന്താ? ഭാരതത്തിന്റെ നാശം കാണുന്നവരെ യുദ്ധം ചെയ്യുന്നു. ഇവരെ കൂടെ നിന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഇവർക്കൊന്നും അറിയില്ലെങ്കിൽ ഇന്നിപ്പോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ സെർച്ച് ചെയ്താൽ കിട്ടും. ആ സംവിധാനം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവർക്ക് വീണ്ടും അധികാരം നിലനിർത്താൻ പറ്റി. ഞാൻ ഇന്നും പറയുന്നു, ഡൽഹിയിൽ അനർഹരായവർക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് ഇവര്. 50,000 രൂപ 60,000 രൂപ ശമ്പളം കിട്ടുന്ന ഞാൻ അറിയുന്ന, എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള സ്ത്രീകൾ പലരും ബസ് കയറി പൈസ കൊടുക്കാണ്ട് പോകുന്നുണ്ട്. ഡൽഹിയിൽ കൂലിപ്പണി എടുക്കുന്ന സ്ത്രീകളുണ്ട്, വീട്ടുവേലക്കാരികളായ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ BPL അവർക്കൊരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് അവർക്കാണ് ഈ സൗകര്യം കൊടുത്തതെങ്കിൽ മനസ്സിലാക്കാം. വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, ബിസിനസ് നടത്തുന്ന, സ്വന്തമായി കടകമ്പോളം നടത്തുന്ന, മാസത്തിൽ വലിയ പൈസ വരുമാനമുള്ള ആളുകൾ വരെ സൗജന്യമായി പോകുന്നു. ഇവരെ നിലനിർത്തിയത് ഒരു കാലത്ത് ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരാണ്. ഇന്ന് ഇവർക്ക് എതിരാണ്. എന്താ കാരണം അറിയോ? അവരെ കഞ്ഞിയിലാണ് മണ്ണ് വാരിയിട്ടത്. ഈ വലിയ വരുമാനമുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചപ്പോ അവരെ കഞ്ഞിയിലാണ് മണ്ണ് വീണത്. ഇപ്പൊ ഓട്ടോറിക്ഷക്കാർ അവർക്ക് എതിരാണ്. അങ്ങനെ ഈ സർക്കാർ മുന്നോട്ട് പോയി. ഇവർ എന്താ പറഞ്ഞത്? 2 ബെഡ്റൂം ഫ്ലാറ്റ് മതി. വാഗണാറിലാണ് ഇങ്ങോട്ട് വന്നത്. 2 ബെഡ്റൂം ഫ്ലാറ്റ് മതി. ശീഷ് മഹലിന്റെ ചെലവ് എത്ര? ശീഷ് മഹലിന്റെ വീഡിയോ ഒന്ന് ജനം TV-യുടെ ഇതിലുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം, ജനങ്ങൾ കാണട്ടെ. ദേശീയ മാധ്യമങ്ങളൊക്കെ കാണിച്ചതാ. ഇന്ത്യ ടുഡേയും റിപ്പബ്ലിക്കും CNN IBN ഒക്കെ കാണിച്ചതാ. ശീഷ് മഹൽ 41 കോടി രൂപ ചെലവഴിച്ച് ആ വലിയ കൊട്ടാരം ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്? ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? അത് നിന്റെ സ്വത്തല്ലേലോ, അത് സർക്കാരിനുള്ളതല്ലേന്ന്. സർക്കാരിന് ഇത്തരത്തിലുള്ള ഒരു പാഴ്ചെലവ് അവിടെ വരുത്തി വെച്ചത് എന്തിനാ? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ സെക്യൂരിറ്റി വേണ്ട. ഇപ്പൊ സെക്യൂരിറ്റി ഇല്ലാണ്ട് എന്താ സെക്യൂരിറ്റി? എത്ര ലെയർ സെക്യൂരിറ്റിയാണ്? ഇനി ഞാൻ മദ്യനയത്തിലേക്ക് വരാം. കോൺഗ്രസ്സുകാരാണ് പരാതി കൊടുത്തത്. ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നത് അനിൽ ചൗധരിയാണ്. ആ പരാതി പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കൊടുത്ത പരാതി. ആ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചപ്പോ പോലീസ് പ്രൈമാ ഫേസെ കേസുണ്ടെന്ന് കണ്ടു. പക്ഷെ പ്രശ്നം എന്താണ്? തെലുങ്കാനയിലെ മദ്യ കമ്പനികളുമായിട്ടുള്ള രഹസ്യ കരാറാണ്. അങ്ങനെയാണ് ഇത് CBIക്ക് കൈമാറുന്നത്. CBI അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ളതാ. CBI അന്വേഷണം നടക്കുന്നു. ED അതിൽ ഇടപെടുന്നു. ഡൽഹിയില് ജാമ്യാപേക്ഷ, മനീഷ് സിസോഡിയയുടെ ജാമ്യാപേക്ഷയുടെ ആർഗ്യുമെന്റ് വേളയിൽ മനീഷ് സിസോഡിയയുടെ വക്കീൽ ചോദിക്കുകയാണ്, ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയാണ് ഈ പൈസ വാങ്ങിയെന്നാണ് സർക്കാരിന്റെ EDന്റെ വാദം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ പ്രതിയാക്കിയില്ലാന്ന്? അപ്പൊ കോടതി വെച്ചു, പ്രതിയാക്കാത്തത് എന്താണ്? എന്നാ ശരി, പ്രതിയാക്കാം. ആം ആദ്മി പാർട്ടി പ്രതിയായപ്പോ അതിന്റെ ദേശീയ കൺവീനറാണ് പ്രതിയാവുക. കാരണം പാർട്ടി ഒരു എൻറ്റിറ്റിയാണ്. അപ്പൊ പണ്ടാരോ പറയണം, ഈ ബാലിന്റെ വാലിന് രാവണം പോയി പിടിച്ചതാണ്. അപ്പോ അങ്ങോട്ട് പ്രതിയായപ്പോ അങ്ങോട്ട് അറസ്റ്റിലായി. ഈ കേസിന്റെ കാര്യത്തിൽ ED കൊടുത്ത ഒരു കുറ്റപത്രത്തിലെ ഒരു തെളിവുണ്ട്. ആ തെളിവ് ഒരു സംസാരിക്കുന്ന തെളിവ്. എന്താ അറിയോ? ഗോവ തെരഞ്ഞെടുപ്പ് ഈ പൈസ വാങ്ങിച്ചത് ഗോവ ഇലക്ഷന് വേണ്ടിയാ. ഗോവ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗോവയിൽ അരവിന്ദ് കെജ്രിവാൾ പോയി താമസിച്ചത് ഒരു 7 സ്റ്റാർ ഹോട്ടലിലാ. ആ ബില്ല് പകുതി അടച്ചത് ഡൽഹി സർക്കാരും പകുതി അടച്ചത്, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒരു വിദ്വാൻ നമ്മുടെ എലപ്പുള്ളിയില്, എന്ത് മഹേന്ദ്രനാണ്? ഗൗതം മഹേന്ദ്രൻ. ആ മഹാനാണ് ഈ പകുതി പൈസ അടച്ചത്. അതിലാണ് അയാൾ ജയിലിൽ പോയി കിടന്നത്. എന്നിട്ട് വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ നിങ്ങൾ ചീത്ത പറയാ, നാട്ടിലുള്ള കുറ്റം മുഴുവൻ അവരെ തലയെ കെട്ടിവെക്കുക, അവര് തെറ്റ് ചെയ്തിട്ടോ ഇല്ലയോ രണ്ടാമത്, എന്നിട്ട് യാതൊരു മര്യാദ ഇല്ലാണ്ട് അവരെ പിന്തുണ നേടി അധികാരത്തിൽ വരിക, അവരുടെ സഖ്യം ഉണ്ടാക്കി മത്സരിക്കുക.
ഇന്നത്തെ അണ്ണാ ഹസാരേന്റെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അണ്ണാ ഹസാരെ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് അപകടത്തിലേക്കാ പോക്കുന്നത്. അന്നേ പറഞ്ഞതാണ് ഇത് അപകടത്തിലേക്കാണ് പോക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. ഡൽഹിയിൽ ഒരു ആവശ്യം ഉന്നയിച്ചു, കാശ്മീരി ഫയൽസ് എന്ന സിനിമ അത് ടാക്സ് ഇളവ് കൊടുക്കണമെന്ന്. ഇത് കാശ്മീരിലെ പണ്ഡിറ്റുകൾ ഡൽഹിയിലെ തെരുവിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തോളൂ. പരിഹാസം, പുച്ഛം, എന്തിനേയും വിമർശനം. നാട്ടിലുള്ളവര് മുഴുവൻ കള്ളന്മാർ. അരുൺ ജെയ്റ്റ്ലി കള്ളനാന്ന് പറഞ്ഞു. അരുൺ ജെയ്റ്റ്ലി മാനനഷ്ട കേസ് കൊടുത്തു, മാപ്പ് പറഞ്ഞ് കേസ് പിൻവലിപ്പിച്ചു. നിതിൻ ഗഡ്കരി കള്ളനാണെന്ന് പറഞ്ഞു. നിതിൻ ഗഡ്കരി ഡീഫമേഷൻ കേസ് കൊടുത്തു, മാപ്പ് പറഞ്ഞ് പിൻവലിപ്പിച്ചു. ഇപ്പൊ വീണ്ടും കേസ് വേറെ നടക്കുന്നുണ്ട്. ഗുജറാത്തിൽ പോയി കേസ് കൊടുത്തു. എന്താ പറയാ, നരേന്ദ്രമോദിയുടെ ഡിഗ്രി കളവാണെന്ന് പറഞ്ഞിട്ട് 25,000 രൂപ ഫൈന് വിളിച്ചു കോടതി. 25,000 രൂപ ഫൈന് വിളിച്ചു കോടതി. അപ്പൊ ഇയാൾ എന്തൊക്കെ എന്താ പറയാ കോപ്പറാട്ടിത്തരങ്ങളാ കാണിച്ചത്. എന്നിട്ട് നാട്ടുകാർ മുഴുവൻ കള്ളനാണെന്ന് പറയാ, എല്ലാവരും കള്ളനാണെന്ന് പറയാ. ഇതല്ലേ രാഷ്ട്രീയമാ? ഇതെന്ത് രാഷ്ട്രീയമാണ്? അതാണല്ലോ ഏറ്റവും എളുപ്പവഴി, രക്ഷപ്പെടാനുള്ള എളുപ്പവഴി. അതാണ് കേരളത്തില് CPM ഇവരെ കണ്ടുപിടിക്കണം. എന്താ പറയുക, ഇവിടെ CPMകാർക്ക് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് തടി രക്ഷപ്പെട്ടാനുള്ള പരിപാടിയാ. അതേ അനുഭവം 2026 ഉണ്ടാവാൻ പോവാണ്. കാരണം ഇതെല്ലാ കുറ്റവും കേന്ദ്രത്തിനും നരേന്ദ്രമോദിക്കും. ഇത് സ്വന്തം കഴിപ്പോട്ടെ ഒക്കെ പോട്ടെ. യമുന നദി ശുദ്ധീകരിക്കുന്നു പറഞ്ഞു, ആവാത്ത കാര്യമാണ്. കാരണം യമുന നദി ശുദ്ധീകരിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഒരു സർക്കാരല്ല, അതായത് യമുന ആരംഭിച്ചിട്ട് ഗംഗയിൽ എത്തുന്നത് വരെയുള്ള സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും അന്തർദേശീയ സാങ്കേതിക വിദ്യയും ഉണ്ടാവണം. ഇങ്ങനെയാണ് ഗംഗ ശുദ്ധീകരിച്ചത്. ഇന്നിപ്പോ നരേന്ദ്രമോദി പറഞ്ഞു, രാജീവ് ഗാന്ധിന്റെ കാലത്ത് തുടങ്ങിയതാണ് ഗംഗാ ശുദ്ധീകരണം. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഗംഗയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങളെ പാർട്ടി ഉണ്ടാവുന്നതിന് മുന്നത്തെ കഥയാ. 1984 രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോ ആദ്യത്തെ ബഡ്ജറ്റിൽ ഗംഗാ ശുദ്ധീകരണത്തിന് പൈസ നീക്കി വെച്ചു. അന്ന് അതിനെ വിമർശിച്ചു പലരും. അന്ന് ആരംഭിച്ച ശുദ്ധീകരണ പ്രവർത്തനം ഇന്നും നടക്കുക. അന്ന് അതിന്റെ പേര് നമാമി ഗംഗ എന്നാ. ഇത് എത്ര കൊല്ലമായെന്നറിയോ? ഏതാണ്ട് 40 വർഷമായി ഇത് നടക്കുന്നു. എന്നിട്ടും ഗംഗ നമുക്ക് പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ല. അല്ലാണ്ട് ഒരു ദിവസം രാവിലെ ഒരു മുഖ്യമന്ത്രി, അതും ഇത്രയും ചെറിയൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി യമുനയുടെ ഒരു ചെറിയ കഷ്ണം മാത്രം കൈവശമുള്ള ഒരാൾ പോയി എടുത്താൽ ഇത് നടക്കൂല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാനങ്ങൾ വേണം. അവരെല്ലാവരും ചേർന്ന് അന്തർദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് വർഷങ്ങളോളം മെനക്കെട്ടാലേ യമുന ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അത്രയും ചളിയാ. ഞാൻ യമുന സ്ഥിരം കാണുന്നവനാ. ഡൽഹി പോയ കറുത്ത നിറ. അത് പണ്ടത്തെ ശ്രീകൃഷ്ണൻ കാളിന്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതാ കണ്ടീഷൻ. ഓവുചാല് പോലെയാണ്. അതൊക്കെ ശുദ്ധീകരിക്കണേ സമയമെടുക്കും. അപ്പൊ അതിന്റെ പേരിൽ വോട്ട് വന്നിട്ട് പറഞ്ഞു എന്നെ കൊണ്ടാവില്ല, അതൊരു സാധനം. ഇപ്പൊ ഇങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ ആരെ ചീത്ത പറയാറില്ല. ഞാൻ അദ്ദേഹം ഒരാളെ ചീത്ത പറയുന്ന ആദ്യമായി കേട്ടത് കോവിഡിന്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും കൂടി ഓൺലൈൻ മീറ്റിംഗ് കൂടി. അതിൽ വേറെ ആരും പങ്കെടുക്കുന്നില്ല. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും. ആ ഓൺലൈൻ മീറ്റിംഗ് അരവിന്ദ് കെജ്രിവാൾ അത് എന്ത് ചെയ്തു? അത് ഇന്റർനെറ്റിലൂടെ അത് പബ്ലിക്കായി റിലേ ചെയ്തു. ഇത് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അത് നിർത്താൻ പറഞ്ഞു. നിങ്ങളത് ഓഫാക്കൂ, നിങ്ങളത് പബ്ലിക് ആക്കരുതെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരും 29 മുഖ്യമന്ത്രിമാരും കൂടി ചേരുന്ന ഓൺലൈൻ മീറ്റിംഗ് ഒരു മുഖ്യമന്ത്രി ട്രാൻസ്മിറ്റ് ചെയ്യിക്കുകയാണ്. എന്തൊരു മനുഷ്യനാണ് ഇയാള്! എന്ത് മര്യാദ അയാൾക്കുള്ളത്! പിന്നെ പറയും ഞങ്ങൾക്ക് ഇത്രയും ശതമാനം വോട്ടുണ്ടെന്ന്. കിട്ടുമല്ലോ. കാരണം 50,000 രൂപ 60,000 രൂപ ശമ്പളം കിട്ടുന്നവന് സൗജന്യ ബസ് യാത്രയും കൂടി കൊടുത്താൽ ഇത് കറപ്റ്റിംഗ് ദ പീപ്പിൾ ആണ്. ജനങ്ങളെ പണം കൊടുത്ത് സ്വാധീനിക്കലാണിത്. ഇത് കൊടുക്കണം. പാവപ്പെട്ടവർക്ക്, നമ്മളെ BPLകാർക്ക് ഒക്കെ കൊടുക്കണം. അവർക്ക് എന്ത് ആനുകൂല്യം കൊടുത്താലും തെറ്റില്ല. പക്ഷെ ഉള്ളവനെ കൂടുതൽ പൈസ കൊടുത്ത് അവനെ സ്വാധീനിച്ച് അവന്റെ വോട്ട് കരസ്ഥമാക്കുക. ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ട് അപ്പൊ മനസ്സിലായില്ലേ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല എന്ന്. 1 or 2 തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് നടക്കുള്ളൂ. ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 75 കൊല്ലമായി ഞങ്ങൾ ഈ പണി തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ മഴയത്ത് മുളച്ച കൂനൊന്നും അല്ല. 951 ഇതേ ഡൽഹിയിൽ ഉണ്ടാക്കിയ ജനസംഘത്തിന്റെ പിന്തുടർച്ചക്കാരാ ഞങ്ങള്. അപ്പോ ഞങ്ങൾ ഇത് ഇന്നലെ തുടങ്ങിയതൊന്നല്ല. അതുകൊണ്ട് ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനത്തെ പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കുറച്ചു കാലം നടക്കും. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന് കുറെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. അതിന് കുറെ മര്യാദകൾ പാലിക്കണം.
എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല അധികാരവും രാഷ്ട്രീയത്തിലുള്ള തങ്ങളുടെ സ്വാധീനവും ഒന്നും കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അഡ്വക്കേറ്റ് സേനാപതി വേണു, ദയനീയമാണല്ലോ, വീണ്ടും വട്ടപ്പൂജ്യം. എന്ത് പറ്റി? അല്ല, ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച ആളുകളല്ല. തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകളിലും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ച ആളുകളല്ല. പക്ഷേ നമ്പ്യാർ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പര്യാപ്തമായ രീതിയിലൊന്നും ഞങ്ങൾക്ക് ആയിട്ടില്ല. 27 കൊല്ലക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് BJPക്ക് ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റിയത്. സുഷമ സ്വരാജും സാഹിബ് സിംഗ് വർമ്മയും ഒക്കെ ഭരിച്ചതിന് ശേഷം ദേ ഹാവ് വെയിറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 27 years. ഞങ്ങളിപ്പോൾ അധികാരത്തിന് പുറത്തു പോയിട്ട് 10 കൊല്ലമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ 4.5%, 6% അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വരാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം ആം ആദ്മി പാർട്ടി വന്നതുപോലെ ഉണ്ടായ ഒരു പാർട്ടി ഒന്നും അല്ലല്ലോ കോൺഗ്രസ്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചരിത്രം, അതിന്റെ പാർട്ടി നേതാവ് ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാവുന്നതാണ്. 2013 ഇന്ത്യയിലുടനീളം, അത് ഇന്ത്യയിലുടനീളം മാത്രമല്ല ലോകത്തുടനീളം ഉണ്ടായ ഒരു വിപ്ലവമുണ്ടല്ലോ. നമ്മൾ മുല്ലപ്പൂ വസന്തവും അറബ് വസന്തവും എന്നൊക്കെ പറയുന്ന ലോകത്തുടനീളം ഉണ്ടായ ഒരു സമരത്തിന്റെ ഭാഗം. ആ സമരം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ വല്ലാതെ കൂടി നിന്ന ഒരു കാലഘട്ടത്തിൽ, 2010 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അന്നത്തെ ഗവൺമെന്റ് നേരെ, പ്രത്യേകിച്ച് 2G സ്പെക്ട്രം മുതലായ അഴിമതി ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊരു മൂവ്മെന്റ് പാർട്ടിയാണ് വളർത്തിയത് ഇവരെ. അല്ല, കേക്ക്. അപ്പോ ആ മൂവ്മെന്റിന്റെ മുന്നിൽ കയറി നിന്ന് അണ്ണാ ഹസാരെ ഉണ്ടായിരുന്നു, നമ്മുടെ കിരൺ ബേദി, അതുപോലെ തന്നെ അന്ന് ആർമി ജനറൽ ആയിരുന്ന, പിന്നീട് BJPയുടെ മന്ത്രിയും നേതാവും ഒക്കെ ആയ VK സിംഗ് പോലും അതിന് അനുകൂലമായിട്ട് അതിന്റെ നിലപാടുകളൊക്കെ സ്വീകരിച്ചതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2013 ഇവർ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇവർ ഫോക്കസ് ചെയ്തത് ശ്രീമതി ഷീല ദീക്ഷിത്തിനെയാണ്. അപ്പോ ഷീല ദീക്ഷിത്തിനെതിരെ ഇദ്ദേഹം അന്ന് നടത്തിയ ഒരു പ്രസംഗങ്ങളിലൊക്കെ ഒരുപക്ഷെ ആരെങ്കിലും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ 300-ലധികം രേഖകൾ, ഷീല ദീക്ഷിത്തിന്റെ അഴിമതിയെ സംബന്ധിച്ചുള്ള രേഖകൾ എന്റെ കയ്യിലുണ്ട് എന്നാണ് ഇദ്ദേഹം പ്രസംഗവുമായിട്ട് നടന്നത്. അവസാനം ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തെ BJPയുടെ അവിടുത്തെ പ്രസിഡന്റ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് VK മൽഹോത്ര എന്നാണ്, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ ഈ VK മൽഹോത്ര ഒരു ദിവസം അവിചാരിതമായിട്ട് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഷീല ദീക്ഷിത്തിനെതിരെയുള്ള താങ്കളുടെ ഈ അഴിമതിയുടെ രേഖകൾ അതൊന്ന് പുറത്തുവിടാവോ, തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്നിറങ്ങുന്ന കുറെ പത്രങ്ങളുടെ പത്രക്കട്ടികകളാണ് ഇദ്ദേഹം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അതിനുശേഷം 10 കൊല്ലക്കാലം ഇദ്ദേഹം ഭരണം നടത്തിയിട്ടും ഷീല ദീക്ഷിത്തിനെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണത്തെ കുറിച്ച് വ്യക്തമായ ഒരു രേഖ പുറത്തുവിടുന്നതിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അഴിമതി ആരോപണങ്ങൾ ഒരുപാട് ഉയർത്തി. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഷിർദിയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അണ്ണാ ഹസാരെയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ അണ്ണാ ഹസാരെയും കിരൺ ബേദിയും ഇവരെല്ലാമായിരുന്നല്ലോ അന്ന്. അധിക്ഷേപിക്കാതെ അല്ല, കേക്ക്. പിന്നെ അല്ലാതെ ഇവരെയൊക്കെ എന്താ വിചാരിക്കുന്നത്? ഇപ്പോ ലോക്പാൽ പാസ്സാക്കിയില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സമരം. ഇപ്പൊ എന്തേ ലോക്പാലിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കാം, അത് പിന്നീട് വിഷയം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ സോറി. അപ്പോ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന എന്താണ്? അരവിന്ദ് കെജ്രിവാള് പൈസ കാ ലാലച്ച് എന്ന് പറഞ്ഞാൽ പണത്തിന്റെ എന്താ പറഞ്ഞ ദുരാഗ്രഹം. എപ്പോൾ ഇദ്ദേഹം പണത്തിന്റെ ദുരാഗ്രഹത്തിലേക്ക് പോയോ അപ്പോൾ ഇദ്ദേഹത്തിന് വഴിചുറ്റി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഒന്നിലധികം നേതാക്കൾ അഴിമതിയുടെ പേരിൽ ജയിലിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് EDയെ കുറ്റം പറയാം, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയെ കുറ്റം പറയാം. ആ അന്വേഷണ ഏജൻസികളും EDയും പറഞ്ഞത് ഡൽഹിയിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടല്ലേ. മുഖ്യമന്ത്രി ഇനിയിപ്പോ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും 3000-ലധികം വോട്ടുകളുടെ കുറവിൽ ഇതിനെ നയിച്ചയാള് അല്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെ വീണു എന്ന് പറയുമ്പോൾ 4000 വോട്ടിന്റെ കുറവിൽ വീണു എന്ന് പറയുമ്പോൾ ഇവർ നടത്തിയ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഇവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയുള്ള മറയായിരുന്നു എന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെ ഞാൻ പറയുന്നു, 200 യൂണിറ്റ് വൈദ്യുതിയും 10,000 ലിറ്റർ വെള്ളവും കൊടുത്തുകൊണ്ട് ഏറെ കാലമൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന്
ഡൽഹിയിലെ ജനങ്ങൾ അവരത് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. ആ തെളിയിക്കലിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വിധി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും കോൺഗ്രസിന് ഒന്നും കിട്ടിയില്ലോ. സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കേഡർ പാർട്ടിയല്ല. പക്ഷെ കോൺഗ്രസിന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളും ഞങ്ങളുടെ പാർട്ടി അനുഭാവികളുടെ ആളുകളുടെ വോട്ടേ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷമതികളായ ആളുകളും പ്രിയങ്കയും അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അല്ല, കേൾക്കൂ. ഞങ്ങൾക്ക് നിഷ്പക്ഷമതികളായ ആളുകളുടെ വോട്ട് ഇപ്പൊ കിട്ടിയില്ല. കാരണം എന്താ? ഞങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന ആളുകൾക്ക് ബോധ്യമുണ്ട്. പക്ഷെ 5 കൊല്ലോടെ കഴിയുമ്പോഴത്തേക്കും സ്ഥിതിവിശേഷം മാറും. ഞങ്ങൾ അതോടൊന്ന് പറഞ്ഞേ, എങ്ങനെ മാറും സ്ഥിതിവിശേഷം? രാഷ്ട്രീയത്തിൽ അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും സ്ഥിതിവിശേഷങ്ങൾ മാറുകയല്ലേ. 303-ൽ നിന്ന് 240-ലേക്ക് എത്തി. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 140-ലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നേ. അപ്പൊ അത് സാഹചര്യമല്ലേ, രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ നിരന്തരമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നത് എന്താ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ പാർട്ടിയും ഇവരെ സപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ചില്ലേ? എവിടെ? അവിടെ ഡൽഹിയില്. അല്ലല്ല, ഡൽഹിയിൽ ഞങ്ങളും അവരും വ്യത്യസ്തമായിട്ടല്ലേ മത്സരിച്ചത്. ഇപ്പോഴല്ല കാര്യം, ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങൾ കൈയും ചേർത്ത് പിടിച്ചല്ലേ മത്സരിച്ചത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭ അല്ല, കേൾക്കോ, അതിനുള്ള മറുപടി പരാതി കൊടുത്തത് മദ്യനയ അഴിമതി കേസ്. അല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമാണ്. അതിലെ കക്ഷികൾ സംസ്ഥാനങ്ങളിൽ പരസ്പരമായി മത്സരിക്കുന്ന കക്ഷികൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ CPM-ഉം CPI-യും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ബംഗാളിൽ മുമ്പല്ലേ സ്ഥിതിവിശേഷം അതല്ലേ മാറിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഡൽഹിയിൽ അവരുടെ ശക്തി തെളിയിക്കാനായിട്ട് മത്സരിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ശക്തി തെളിയിക്കാനായിട്ട് മത്സരിക്കുന്നു. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വിവിധ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുടെ ഒരു കോർഡിനേഷനാണ്. അത് തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതൊരിക്കലും സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിനെ അങ്ങനെ കാണേണ്ടതായിട്ടില്ല. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഞങ്ങളൊരു 10-20 സീറ്റുകൾ ചോദിച്ചു, പ്രധാന പ്രതിപക്ഷ പാർട്ടി മാത്രമല്ല ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി ഇന്ദ്രപ്രസ്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഒരാള് പോലും ഇല്ല നിങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, അതൊന്നും 2 തവണയല്ല, 3ാമത്തെ തവണ. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ 10 കൊല്ലം നിങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത്. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ വിപ്ലവം ഉണ്ടാക്കുന്നത് അത് മാറാതെ പറ്റിയല്ലോ. പല സംസ്ഥാനങ്ങളിലും അതല്ലേ 25 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത്. രാഹുൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഗതി പിടിക്കില്ല അഡ്വക്കേറ്റ് സേന. അത് നിങ്ങൾക്ക് പറയാം. പറയുന്നതല്ല, പാർട്ടിയിലുള്ളവർ പലരും പുറത്തുപോയത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ? ഞാൻ പറയുന്നതാണോ? അതൊക്കെ സമ്മതിച്ചെന്നേ. അതെല്ലാം ഗുലാം നബി ആസാദിനെ പോലുള്ള ആളുകൾ, പ്രഗത്ഭരായ ആളുകളൊക്കെ അത് മാത്രമല്ല, ഒരു വലിയ നീണ്ട ലിസ്റ്റില്ലേ ശേഷമാണ് ഇവരെല്ലാം പുറത്തു പോയതിന് ശേഷമാണെന്നേ ഞങ്ങൾ 44-ൽ നിന്ന് 102-ലേക്ക് കടന്നത്. ഇവരെല്ലാം പുറത്തു പോയതിന് ശേഷമാണെന്നേ നിങ്ങളെ 303-ൽ നിന്ന് ഞങ്ങൾ 240-ൽ എത്തിച്ചത്. ഇവരെല്ലാം പുറത്തു പോയതിന് ശേഷമാണെന്നേ UP-യിലെ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. 5,90,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 1.25 ലക്ഷം 1,30,000 ആക്കിയത് ഇവരെല്ലാം ശേഷമാണെന്നേ. അല്ല, UP-യിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ, ഫൈസാബാദ് അല്ലേ? ഞങ്ങൾ വലിയ വിജയല്ലേ അത്? ഞങ്ങൾ മത്സരിച്ചില്ലായിരുന്നല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു, ഞങ്ങൾ മത്സര രംഗത്തില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ എന്തിനാ കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യം? ഞങ്ങൾ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് എഴുതിത്തള്ളാനോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്നോക്കം പോയതുകൊണ്ട് ഞങ്ങൾ എന്നേക്കുമായിട്ട് രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചു വരും. BJPക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ 28 കൊല്ലം വേണ്ടി വന്നു. ഞങ്ങൾ 10, അടുത്ത 5, 15 അഡ്വക്കേറ്റ് സേനാപതിയാണ്. ഒറ്റ കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു 44-ൽ നിന്ന് 102-ലേക്കൊക്കെ നിങ്ങൾ വളർന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഏതാണ്ട് അധികാരം പിടിച്ചെടുത്ത രീതിയിലായിരുന്നു അന്ന് ആഘോഷമൊക്കെ. അതായത് വീണ്ടും UPA അധികാരത്തിലെത്തി എന്ന രീതിയിലായിരുന്നല്ലോ അന്ന് ആഘോഷിച്ചത്, അർമാദിച്ചത്. അപ്പം നോക്കൂ, അതിൻ്റെ നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് നൽകിയ വിജയമായിരുന്നു.
പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം എന്തുകൊണ്ട് ഡൽഹിയിൽ ഉണ്ടായില്ല? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു അത്ഭുതമൊന്നും പ്രതീക്ഷിച്ച പാർട്ടിയല്ല. ഞങ്ങളൊരു 3 സീറ്റിൽ ഏകദേശം നേതാക്കന്മാർ അങ്ങനെയല്ല പറഞ്ഞത്. രാഹുലും പ്രിയങ്ക അങ്ങനെയല്ല പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമ്പോൾ ഞങ്ങൾ വിജയത്തിന് വേണ്ടിയും വിജയിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നവരല്ല. ഞങ്ങൾ 3 സീറ്റ്, അതായത് ബാഡ്ലി, ശ്രീനഗർ, അതുപോലെ തന്നെ ബുറാഡി, ഈ 3 സീറ്റുകളിൽ ഞങ്ങൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നവരാണ്. രാവിലെ ഏകദേശം 1-ാം സ്ഥാനത്തൊക്കെ ഞങ്ങൾ എത്തുകയും ചെയ്തു. ഞങ്ങൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വെച്ചല്ല ഞങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ വോട്ട് ഷെയർ അത് 4.5% നിന്ന് 6.5% വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അടുത്ത 5 കൊല്ലക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിന് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി നേതൃത്വം കൊടുക്കും. ആര് കോൺഗ്രസിന്റെ നേതൃത്വ രംഗത്തേക്ക് വരുന്നു അവർ നേതൃത്വം കൊടുക്കും. ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ സമ്പൂർണ്ണമായി ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് ഒരാളും എഴുതി തള്ളേണ്ട കാര്യമില്ല. അങ്ങനെ എഴുതി തള്ളിയാൽ പുറത്തോട്ട് പോകുന്ന ഒരു പാർട്ടിയുമല്ല എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ ഓർമ്മപ്പെടുത്തിയത്. സജു മോഹൻ, സപ്പോസ് കോൺഗ്രസുമായിട്ട് ചേർന്ന് മത്സരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചില വാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ വലിയ ചലനമുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതായത് 4.5 നിന്നും 6.5 എത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2.35 ആണ്. ആ ഒരു 2.35% വോട്ട് ഷെയർ മതിയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നഷ്ടപ്പെട്ടത് 26 സീറ്റുകളാണ്. അപ്പോ അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറയാം. ആദ്യം BJP പ്രതിനിധി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പുള്ളി ഇവിടെ ശീഷ് മഹലിനെ കുറിച്ച് നമ്മൾ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ കേജ്രിവാളിനെതിരെ BJP നടത്തിയ ഒരു പ്രചരണം. ഒരു ഫ്ലാറ്റ് മതി എന്ന് പറഞ്ഞ ആള് 41 കോടി ചെലവാക്കി വലിയ കൊട്ടാരല്ലേ. അപ്പോ ആ ശീഷ് മഹലില് ഇപ്പൊ ഇനി പുതിയൊരു CM എന്ന് പറയുന്നത് മേ ബി നമ്മുടെ സുഷമ സ്വരാജിന്റെ മകള് ബാൻസുരിയോ, അല്ലെങ്കിൽ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പുള്ളിയോ, അല്ലെങ്കിൽ കൈലാഷ് ഗെഹ്ലോട്ടോ, അങ്ങനെയൊക്കെ പേരുകളൊക്കെ ചർച്ച വരുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഇനി ഒരു CM ആയിട്ട് തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ശീഷ് മഹലിലോട്ടാണോ പോകുന്നത്, അതോ ഏതെങ്കിലും ടൂറിസ്റ്റുകൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കുമോ? അതെനിക്കൊന്ന് അറിയണം. 1. 2, അങ്ങനെ പറഞ്ഞു പോവാതെ നോക്കൂ, ലാളിത്യം അതായിരുന്നു കേജ്രിവാളിന്റെ മുഖമുദ്ര. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാൻ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് കേജ്രിവാൾ ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ടർമാർ എന്താ പ്രതീക്ഷിക്കുക? വോട്ടർമാർ കൊടുത്ത മറുപടി, അതായത് BJP ഉന്നയിച്ച ആരോപണത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശീഷ് മഹൽ എന്ന് പറയുന്നത്. അതിന് വോട്ടർമാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തോൽപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചു. ആ ഇലക്ഷൻ വെർഡിക്റ്റ് അംഗീകരിച്ചു. അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ ഇനി അധികാരത്തിലേക്ക് വരാൻ പോകുന്ന BJP അതേ ശീഷ് മഹലിൽ പോയിട്ട് ഇതേ ഫെസിലിറ്റി എൻജോയ് ചെയ്യാനാണോ പോകുന്നത്, അതോ മറ്റ് രീതിയിൽ അതിന് എന്താ പറയാ ടൂറിസത്തിന് കൊടുക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുമോ എന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി. അതുകൊണ്ടാണ്. രണ്ടാമത് എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനി BJP അധികാരത്തിൽ വരുമ്പോൾ ഇന്ന് ശ്രീ മോദിജിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഡൽഹിയെ ലോകത്തിലെ ഇന്റർനാഷണൽ ലെവലിലോട്ട് ഒരു സിറ്റിയാക്കും എന്നുള്ളതാണ്. ശരി, നമ്മൾ അത് വിശ്വസിക്കുന്നു. 15 വർഷമായിട്ട് BJP ആണ് ഇവിടെ സെന്റർ ഭരിക്കുന്നത്. 21, ഇപ്പൊ ഡൽഹിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 21 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP ആണ് അധികാരത്തിൽ ഇരിക്കുന്നത്. എനിക്ക് ഒരു മെട്രോ നഗരത്തിന്റെ പേരൊന്ന് പറയാമോ? എനിക്കൊന്ന് പോയി കാണാനാണ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നിർമ്മിച്ചിരിക്കുന്ന, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഒരു അന്താരാഷ്ട്ര രീതിയിലുള്ള, സാർ പറഞ്ഞില്ലേ, അന്താരാഷ്ട്ര ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് ഇവിടെ ഡെവലപ്പ് ചെയ്ത ഒരു മെട്രോ നഗരത്തിന്റെ പേരെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പോയി കാണാനാണ്. കാരണം അത് ആ ഒരു റെഫറൻസ് ആയിരിക്കുമല്ലോ ഡൽഹിക്കും ചെയ്യാൻ പോകുന്നത്. അതൊന്ന്. 2, ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറയുകയുണ്ടായി ആം ആദ്മി പാർട്ടി പുറകോട്ട് പോവുകയാണ്. കാരണം അവരെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി എങ്ങനെയെങ്കിലും തീർന്നാൽ മതി, പ്രാവി തീർക്കുകയോ അല്ലെങ്കിൽ അവർ ഒരു പണിയും ചെയ്യുന്നില്ല. മഹാരാഷ്ട്ര ഇലക്ഷനിൽ 110 സീറ്റ് മത്സരിച്ചിട്ട് 10 സീറ്റും കൊണ്ടുവന്ന ടീമുകളാണ് ഇവിടുത്തെ വളർച്ചയെ കുറിച്ച് പറയുന്നത്. അവരെ പാർട്ടി പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിലും ഗോവയിലും എല്ലാം ഇടിച്ചു കയറുന്നത്. കാരണം ഞങ്ങളുടെ ആദർശം, ഞങ്ങൾ പറയുന്ന ആദർശത്തിന്, ഞങ്ങൾ പറയുന്ന
ആം ആദ്മി പാർട്ടി രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോരോ സംസ്ഥാനങ്ങളിലോട്ട് പോകാൻ തുടങ്ങിയത്. ഇന്ന് ഞങ്ങൾ 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടി ആയിരിക്കുകയാണ്. ഞങ്ങളാണ് ഇന്നിപ്പോ വോട്ടിംഗ് പെർസെന്റേജ് തന്നെ എടുത്തു നോക്കൂ. CPM-ന്റെ വോട്ട് അങ്ങോട്ടായിരിക്കുന്നത്, CPI-യുടെ വോട്ട് എവിടെ ഇരിക്കുന്നത്. കോൺഗ്രസിന്റെ 6.3 എന്ന് പറയുന്നത് പോലും ദേശീയ പാർട്ടി എന്ന നിലയിൽ അവകാശപ്പെടാൻ ഇദ്ദേഹത്തിന് എന്ത് നാണക്കേടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. 43% വോട്ട് കിട്ടിയ ഒരു പാർട്ടി ഇവിടെ ഒഴുകിപ്പോവെന്ന് പറയും. 6% വോട്ട് കിട്ടിയ ഒരു പാർട്ടി ഇവിടെ മുന്നോട്ട് വന്ന് വിപ്ലവം നയിക്കും. ഒരു കാര്യവുമില്ലാതെ ഒരു മുഖമില്ല. നിങ്ങളിപ്പം കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഇപ്പം ഡൽഹിയിലെ നേതാക്കളുടെ ഒരു മുഖം പറയുക. ഏത് മുഖം വെച്ചിട്ടാണ് ഇവര് ആ കോൺഗ്രസ് പാർട്ടി അവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇവര് അധികാരം പിടിക്കാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വേറെ ഒരു വഴി കാണുന്നില്ല. പക്ഷെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കണമെങ്കിൽ വയനാട് വരെ വരേണ്ടി വരുന്നു. സമാജ് പാർട്ടിയുടെ സപ്പോർട്ട് വേണ്ടി വരുന്നു. മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണ്ടി വരുന്നു. ഇവർക്ക് സ്വന്തം നേതാവിനെ പോലും ഒരിടത്ത് നിർത്തി ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത കോൺഗ്രസ്സുകാര് ആം ആദ്മി പാർട്ടി പൊട്ടിത്തെറിച്ചു പോകും അല്ലെങ്കിൽ ഒഴിപ്പോന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഗോപകുമാർ സാറും ഡോക്ടർ ജി ഗോപകുമാറും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ചേർന്നിട്ടുണ്ട്. സാർ, ഞാൻ വരാം. ഡോക്ടർ ഗോപകുമാർ, അഴിമതി രഹിത ഭരണം വാഗ്ദാനം ചെയ്ത് ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതോടെ ജനങ്ങൾ ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കി. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒരു നട്ട്ഷെല്ലിൽ ഇങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ളൊരു വിധിയെഴുത്ത് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടി വരുമ്പോഴുണ്ടാകുന്ന വലിയ പ്രതീക്ഷ പിൽക്കാലത്ത് അത് അസ്തമിക്കുകയും പിന്നീട് തുടരെ ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും എല്ലാം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ സിസോഡിയയ്ക്ക് വളരെ കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, പല മന്ത്രിമാരെയും ജയിലിലാക്കി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസ്യത ജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. മദ്യനയം തൊട്ട് കെജ്രിവാൾ ഒടുവിൽ മോടി പിടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് വരെ നമുക്കൊരുപാട് അഴിമതി ആരോപണങ്ങൾ പറയാനുണ്ട്. അത് വന്നപ്പോൾ തീർച്ചയായിട്ടും അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടായിരുന്നില്ല അത് തുടങ്ങി വന്നതൊരു പൊതുസമൂഹം, സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റ് ആയിട്ടാണ്. രാഷ്ട്രീയ പാർട്ടി ആയപ്പോഴേ അണ്ണാ ഹസാരെ അതിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീടത് പാർട്ടിയായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോഴും സാധാരണ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ അഴിമതിയുടെ ആരോപണത്തിൽ വീഴുകയും അത് കൂടുതൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തു. കാരണം എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്ന രീതിയിൽ വന്ന ഒരു പ്രസ്ഥാനം പിന്നീട് ഭരണവിരുദ്ധ വികാരത്തിന് മാത്രമല്ല അഴിമതിക്കും കൂടെ ഒരു ഭാഗമായി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ഈ 2 അവസരം കിട്ടിയിട്ട് മൂന്നാമത്തെ ടേമിൽ നഷ്ടപ്പെടാനുള്ള കാരണം. ഈ കാലഘട്ടം കൊണ്ട് പാർട്ടിയുടെ വിശ്വാസ്യത ഗണ്യമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ പഞ്ചാബിലും ഡൽഹിയിലുമാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ശക്തമായി നിൽക്കുന്നത്. മറ്റിടത്തൊക്കെ വളരെ ചെറിയ ശക്തി മാത്രമേ ഉള്ളൂ. പക്ഷേ കുറേ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് കൊണ്ടും അതിനൊരു ബേസ് 4% കുറഞ്ഞതെങ്കിലും ഒരു 6 സംസ്ഥാനങ്ങളിൽ വോട്ട് കിട്ടിയാൽ അതിനൊരു ദേശീയ പാർട്ടിയുടെ സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ സ്റ്റാറ്റസ് വന്നിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതിന് ഒരു മാർഗരേഖ ഉണ്ടായില്ല. മാത്രമല്ല പലരും പുറത്തുപോയി. അത് ഏറ്റവും നമ്മൾ ഓർക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പുറത്താക്കിയതിന് ശേഷം പിന്നീട് അതിഷ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആ മുഖ്യമന്ത്രി കസേരയ്ക്കടുത്ത് കെജ്രിവാളിനൊരു കസേര ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ രംഗം വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത് പോലെയായി. അപ്പോൾ അത് ചുരുക്കത്തിൽ അത് വലിയൊരു ആൻറ്റി ഇൻകംബൻസിക്ക് വഴിതെളിയിച്ചു. അത് ഒരു വശത്ത്. മറുവശത്ത് BJPക്ക് പരമ്പരാഗതമായി ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ് ഡൽഹി. 33% വോട്ട് എപ്പോഴും കിട്ടാറുണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 52% വരെ കടന്നു പോകും. ഈ 2014 തൊട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്താൽ അറിയാം. 2015 മുതലുള്ള അതിന് മുമ്പുള്ള അസംബ്ലി തിരഞ്ഞെടുപ്പെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്രയും ബേസുള്ളൊരു പാർട്ടി മറുവശത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും മോദിയുടെ ലീഡർഷിപ്പ് അതിൻ്റെ ഒരു സ്വാധീനവും എല്ലാം വരികയും ഡബിൾ എൻജിൻ ഗവൺമെൻറ് എന്നുള്ള കൺസെപ്റ്റിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയും വർദ്ധിച്ചു. ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. കാരണം ഫ്രീ ബീസിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു സ്പേസ് ഡൽഹിയിലുണ്ടായി. അതിനെ കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രീ ബീസ് ഓഫർ ചെയ്തതാണ് BJP
അത് നരേന്ദ്രമോദി ഓഫർ ചെയ്യുകയും ഡബിൾ എൻജിൻ ഗവൺമെൻറ്റാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് വലിയൊരു സ്വാധീനം ചെലുത്താൻ കാരണമാക്കി. അത് മാത്രമല്ല, നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലമെടുത്ത് നോക്കിയാൽ വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ചേരി പ്രദേശങ്ങളിൽ പോലും BJP കുറച്ച് ശക്തി കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദളിത് ഭാഗത്തിൽ നിന്നും BJPക്ക് ശക്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ മറുവശത്ത് BJPക്ക് വളരാൻ കഴിഞ്ഞു. മറ്റേത് മിഡിൽ ക്ലാസിൻ്റെ മാത്രം പാർട്ടിയായി നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ചതുപോലെയുള്ള ഫ്രീബീസും അതേസമയം മിഡിൽ ക്ലാസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ആ മിഡിൽ ക്ലാസ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിൽ വന്ന 12 ലക്ഷം വരെയുള്ളവർക്ക് വരുമാന പരിധി നിയന്ത്രിക്കുകയും അതിനപ്പുറമുള്ളവർക്കാണ് കുറച്ചെങ്കിലും കരമുള്ളത്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ വന്ന ഗണ്യമായ കുറവുമെല്ലാം മിഡിൽ ക്ലാസ്സിനെയും അപ്പർ മിഡിൽ ക്ലാസ്സിനെയും സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബാക്ക്വേർഡ് സെക്ഷൻസിനെ സഹായിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ദളിതർക്കും മറ്റുള്ളവർക്കും ഫ്രീ ബീസ്, പിന്നെ സ്ത്രീകൾക്ക് 2500 രൂപയുടെ പ്രതിമാസം നൽകുന്നുവെന്ന് പറഞ്ഞ ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ആം ആദ്മി പാർട്ടിയെ പോലെ തന്നെ പ്രോമിസ് ചെയ്ത, അത് മോദി ആയതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റിയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയെ പ്രൊജക്റ്റ് ചെയ്യാതെ BJP മോദിയിൽ ആശ്രയിച്ച്, മോദിയുടെ കൂടി വിജയമാണിത്, ആ നിലയ്ക്കുണ്ടായ ഒരു ടേണിംഗ് ആണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് ഇന്നത്തെ വിധിയിൽ BJPക്കുണ്ടായ അഭൂതപൂർവമായ ഒരു വിജയത്തെ മനസ്സിലാക്കാൻ കഴിയും. സർ, കോൺഗ്രസിന് എന്ത് സംഭവിച്ചു? കോൺഗ്രസ് വലിയ ചലനം ഉണ്ടാക്കും എന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ് വെച്ചത്. പക്ഷേ ഒന്ന് വിരലനക്കാൻ പോലും പറ്റിയില്ല. നമുക്കറിയാമല്ലോ, ഷീലാ ദീക്ഷിതിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അടിത്തറ തന്നെ ഇളകിപ്പോയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് കോൺഗ്രസിൻ്റെ വലിയ പിന്തുണച്ചിരുന്ന നല്ലൊരു ഭാഗം ആൾക്കാർ ആം ആദ്മി പാർട്ടി പോയത് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൽ കൂടി നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. അതിനുശേഷം കോൺഗ്രസ്സിന് ഡൽഹിയിൽ ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ്സിന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ചെറുതായിട്ടെങ്കിലും ശക്തി ആർജിച്ച് അധികാരത്തിൽ വരാൻ പറ്റുന്ന പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇടയ്ക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഡൽഹിയിൽ അതിൻ്റെ അടിത്തറ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം BJP പരമ്പരാഗതമായി പഴയ ജനസംഘത്തിൻ്റെ കാലം മുതൽ പാർട്ടിഷന് ശേഷം വന്ന തലമുറകൾ ഡൽഹിയിൽ സെറ്റിൽ ചെയ്തതും അതിന് ശേഷമുണ്ടായ പിൻതലമുറക്കാർക്കെല്ലാം ശക്തമായൊരു ജനസംഘം പിന്നീട് BJPയുടെ ഒരു അടിത്തറ വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറ ഷീലാ ദീക്ഷിതിന് ശേഷം നഷ്ടപ്പെടുകയും അതിനുശേഷം അതുവരെ ശക്തിയായിരുന്നു. പക്ഷേ അതിനുശേഷം ഉണ്ടായ 15-ലെ തിരഞ്ഞെടുപ്പ്, 20-ലെ തിരഞ്ഞെടുപ്പ്, ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ്, അതോടൊപ്പം പാർലമെൻറ്റ് ഇലക്ഷൻ, ഇതിലെല്ലാത്തിനും 0 സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്, ലോക്സഭയിലും അസംബ്ലിയിലും. അപ്പോൾ അടിത്തറ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പറ്റിയൊരു ലീഡർഷിപ്പോ ഒരു അണികളെയോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് പോയ കഥ നമുക്കറിയാം. അത് ഉത്തർപ്രദേശ് ആയാലും തമിഴ്നാടായാലും പശ്ചിമ ബംഗാൾ, അങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങൾ, വലിയതും ചെറുതുമായ സംസ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് അടിത്തറ പോയ സംസ്ഥാനങ്ങളുണ്ട്. അത് ഡൽഹി കൂടി അതിൽ നഷ്ടപ്പെട്ടത് അത് ആം ആദ്മി പാർട്ടിയുടെ വലിയ ശക്തിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കോൺഗ്രസ്സിനെയാണ് കണ്ടത്. BJP പകച്ചു നിന്നു, 2 തിരഞ്ഞെടുപ്പിൽ പകച്ചു നിന്നു, ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ BJPയുടെ വ്യത്യാസം, BJPക്ക് അപ്പോഴും 33% അടിത്തറ കുറഞ്ഞത് ഡൽഹി അസംബ്ലി ഇലക്ഷനിലും പാർലമെൻറ്റ് ഇലക്ഷനിൽ 50-52% വരെ ശരാശരി കിട്ടുന്ന ഒരു ശക്തി. അപ്പോൾ ജനങ്ങൾക്ക് ഈ അഭിപ്രായം ഉണ്ട്. അവർ വോട്ട് ചെയ്യുമ്പോൾ അവർ വളരെ ആലോചിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുൻകാലത്ത് ആം ആദ്മി പാർട്ടി ജയിക്കുകയും ഇപ്പോൾ ആം ആദ്മി പാർട്ടി തോൽക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ലോക്സഭയിലേക്ക് കോൺഗ്രസ്സിനെ തിരഞ്ഞെടുക്കാതെ BJPയെ 7 സീറ്റുകൾ വെച്ച് സമ്മാനിച്ചു കൊണ്ടേയിരുന്നത്. മുഴുവൻ സീറ്റും BJP ലോക്സഭയിൽ കിട്ടും. കാരണം അപ്പോൾ ജനങ്ങൾക്ക് ആ ട്രെൻഡ് എങ്ങനെ വോട്ട് മാറ്റി ചെയ്യണം പാർലമെൻറ്റ് അസംബ്ലിയിൽ എന്നുള്ളതും, അസംബ്ലിയുടെ ഇത്തവണത്തെ അസംബ്ലിയുടെ പ്രത്യേകതയിൽ കോൺഗ്രസ്സിനാകട്ടെ പരമ്പരാഗതമായി വന്ന ആ ദുർബലത, അതിനപ്പുറം കടക്കാനുള്ള പ്രത്യേകിച്ചൊരു ആവേശം കൊണ്ടുവരാനുള്ള ആരുമില്ലായിരുന്നു. എന്നാലും ശതമാനത്തിൽ BJP കോൺഗ്രസ്സിന് കുറച്ചൊരു മുന്നേറ്റം വന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. 2.5% കോൺഗ്രസ്സിന് ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നങ്ങളുമെല്ലാം ഇവിടെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിയും BJPയെ ഒരുപോലെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രമിച്ചാൽ ഒരുപക്ഷെ എങ്ങനെ ആം ആദ്മി പാർട്ടിയിലെ പിന്തുണ കോൺഗ്രസ്സിന് കിട്ടുമോ എന്നുള്ള മറ്റൊരു ചർച്ചയാണ്.
അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രബലമായ ഈ രണ്ട് ശക്തികളുടെ മുമ്പിൽ കോൺഗ്രസ്സിന് പകച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. അത് ഓവർകം ചെയ്യുന്ന രീതിയിൽ ഇനി കോൺഗ്രസ്സിനോട് ശക്തി ആർജിക്കണമെങ്കിൽ ഒന്നുകിൽ BJP താഴോട്ട് പോകണം, അതിനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വീണ്ടും താഴോട്ട് പോകണം. ഈ രണ്ട് സാഹചര്യത്തിലല്ലാതെ കോൺഗ്രസ്സിന് റിക്കവറി ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്നത്. ഇത് പക്ഷേ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ 10 വർഷത്തിനപ്പുറം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ ഒരു കേഡർ സ്ട്രെങ്തോ അല്ലെങ്കിൽ വളരാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണോ അതിന് സൃഷ്ടിക്കാവുന്ന ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഷീല ദീക്ഷിതിൻ്റെ കാലത്തുണ്ടായിരുന്ന ജനകീയത, പ്രത്യേകിച്ച് പിൽക്കാലത്ത് വന്ന അഴിമതി ആരോപണം, നമുക്കറിയാം ദേശീയ തലത്തിൽ വന്ന അഴിമതി ആരോപണം, കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ അതിലുണ്ടായ ആ ഒഴുക്കിൽ, ആ ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൽ കോൺഗ്രസ്സിനുണ്ടായ തിരിച്ചടിയാണ്. അതിൽ നിന്ന് കോൺഗ്രസ് ഇന്നും റിക്കവർ ചെയ്തിട്ടില്ല. ആകെയുള്ളൊരാശ്വാസം കുറച്ചെങ്കിലും വോട്ട് കൂടിയിട്ടുണ്ട്. 2.5% പോളിംഗ് വർദ്ധിച്ചു എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് അല്പം ആശ്വസിക്കാൻ വകയുണ്ട്. ഓക്കെ, CPM CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച ഇടങ്ങളിൽ നോട്ടയുടെ വോട്ട് പോലും കിട്ടിയില്ല. അതെ, ഇടതുപക്ഷത്തിന് ഡൽഹിയിൽ ഈ സർവകലാശാലകളിലുള്ള അടിത്തറയല്ലാതെ, പ്രത്യേകിച്ച് JNUവിലേക്കുള്ള അടിത്തറയല്ലാതെ എപ്പോഴെങ്കിലും ലെഫ്റ്റ് മൂവ്മെൻറ്റിന് ഡൽഹിയിൽ ഒരു പ്രസക്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംഘടനാ ശക്തിയോ ഗ്രാസ് റൂട്ട് സ്ട്രെങ്തോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ഒരു കാലത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആരും CPMൽ നിന്നോ CPIയിൽ നിന്നോ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുകയും ചെയ്തു. അത് ഒരു ഇൻ്റലക്ച്വൽ ലീഡർഷിപ്പിനും തരുന്ന രീതിയിൽ കുറച്ച് അധ്യാപകരോ കുറച്ച് ബുദ്ധിജീവികളോ ഒക്കെ അതിൻ്റെ ശക്തിയിൽ നിന്ന് എഴുതാനും വായിക്കാനും കുറച്ച് വിദ്യാർത്ഥികളും എന്നല്ലാതെ ജനങ്ങളുടെ ഇടയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിന് ഒരു ശക്തിയും ഇല്ലായിരുന്നു. പണ്ടും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടായിരുന്നില്ല. ഡൽഹി ബാലികേറ മലയാണ് രണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്കും. പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഡൽഹിയിലുണ്ടെങ്കിലും അതനുസരിച്ച് വളരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നിട്ടില്ല. അതിന് പ്രത്യേകിച്ച് കാണിക്കാനുള്ള പശ്ചാത്തലവും ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിയിൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം നമ്മളാരും ഒന്നും പ്രതീക്ഷിച്ചില്ല. അതിനേക്കാൾ മോശപ്പെട്ട പെർഫോമൻസാണ് ഇവിടെ കണ്ടത് എന്നുള്ളതും പ്രത്യേകം എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഓക്കെ സാർ. ശ്രീപത്മനാഭൻ, 2 ചോദ്യങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് ഉന്നയിച്ചത്. ഒന്ന്, ഈ ശീഷ് മഹലിലേക്ക് BJPയുടെ മുഖ്യമന്ത്രി അദ്ദേഹം താമസിക്കുമോ, ശീഷ് മഹലിൽ താമസിക്കുമോ? രണ്ടാമത്തെ കാര്യം, മോദിയുടെ ഒരു വാഗ്ദാനം. അദ്ദേഹം പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവൽ ഡൽഹിയെ ഉയർത്തും എന്നുള്ളതാണ്. അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു സ്റ്റാറ്റസുള്ള എത്ര മെട്രോ സിറ്റീസ് ഉണ്ട്, പേര് പറയാമോ എന്ന്. അല്ല, ആദ്യത്തേത് BJPയുടെ മുഖ്യമന്ത്രി എവിടെ താമസിക്കുന്നുണ്ട് അത് കാത്തിരുന്ന് കാണും. ഒരു 5-6 ദിവസത്തിനുള്ളിൽ അല്ലെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് BJPയുടെ മുഖ്യമന്ത്രി താമസിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചോദിച്ചു BJP കുറെ മെട്രോ ഭരിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ എന്താ സ്ഥിതി? ഞാൻ 2-3 ഉദാഹരണങ്ങൾ തരാം. ഒന്ന്, നിങ്ങൾ മുംബൈയിൽ പോവുക. അവിടെ അടൽ സേതു എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. 22 കിലോമീറ്ററോളം കടൽപ്പാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരും മഹാരാഷ്ട്രയിലെ BJP ശിവസേന സർക്കാരും കൂടി നിർമ്മിച്ചതാണ്. ഒന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ മുംബൈ നഗരം, ആ മുംബൈ നഗരത്തിൽ ഇപ്പോൾ ഒരു മഹാ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത് മുംബൈ നഗരം എന്ന് പറയുന്നത് 3 ഭാഗവും കടലായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആ മുംബൈ നഗരത്തിന്റെ കടൽ തീരത്തിലൂടെ കോസ്റ്റൽ റോഡ് എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മുംബൈ നഗരത്തിന്റെ സമ്പൂർണമായ ഈ ട്രാഫിക് ജാം നികത്താൻ വേണ്ടി കടൽ തീരത്തിലൂടെ 6 വരി പാത നിർമ്മിക്കുകയാണ്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുംബൈ ചുറ്റിയും കൊണ്ട്. ബാന്ദ്ര സീലിംഗ് ഒന്ന് കാണണം പോയിട്ട്. ഇനി അത് കൂടാണ്ട് മുംബൈ നഗരത്തെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള മെട്രോ അതിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന്റെ പണി നടക്കുന്നുണ്ട്. കടലിനടിയിലൂടെയാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഒന്ന് ചെന്ന് കാണണം നിങ്ങൾ. പിന്നെ അഹമ്മദാബാദിൽ പോവുക, സാബർമതി റിവർ ഫ്രണ്ട് ഉണ്ട്. അഹമ്മദാബാദിലെ സാബർമതി റിവർ ഫ്രണ്ട് ഒന്ന് പോയി കണ്ടു നോക്കണം. കാണുന്നതിന് മുമ്പ് പഴയ അഹമ്മദാബാദ് നഗരത്തിലെ സാബർമതി നദിയുടെ തീരങ്ങൾ, അതിന്റെ ഫോട്ടോ ഒക്കെ ഇന്റർനെറ്റ് കിട്ടും, പഴയ ഫോട്ടോ, അതൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് ഇപ്പൊ ഒന്ന് പോയിട്ട് സാബർമതി നദിയുടെ തീരം അഹമ്മദാബാദ് നഗരത്തിൽ എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ലക്നൌവിൽ പോവുക. ലക്നൌവിൽ ഗോമതി നദി ഒഴുകുന്നുണ്ട്. ഒരു കാലത്ത് ഗോമതി നദിയുടെ 2 ഭാഗത്തും ചേരികളായിരുന്നു.
ഇപ്പം അത് സൗമിത്ര വൻ ആണ്. സൗമിത്ര വൻ, അതായത് വലിയ ഒരു പൂന്തോപ്പാക്കി മാറ്റിയിരിക്കുകയാണ് ഗോമതി നദീന്റെ തീരങ്ങളൊക്കെ. ഇതൊക്കെ നടക്കും ഈ രാജ്യത്ത്. ഇനി വാരാണസി പോവാ, അവിടെ കാശി കോറിഡോർ ഉണ്ട്. പഴയ വാരാണസി നഗരത്തിൽ പോയ ആളുകൾക്കറിയാം. വാരാണസി പണ്ട് ഞാൻ പോയ സമയത്ത് ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകുന്ന ഇടുക്ക് വഴിയിലൂടെയാണ് അമ്പലത്തിലേക്ക് പോയിരുന്നത്. ഇപ്പൊ കാശി കോറിഡോർ ഒന്ന് പോയി കാണുക. ഇനി ആസാമിൽ പോവാ, അവിടെ ബോഗി ബ്രിഡ്ജ് ഉണ്ട്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബോഗി ബ്രിഡ്ജ്, അതൊന്ന് കാണാം. മൊറാർജി ദേശായിന്റെ കാലത്ത് തുടങ്ങിയ പണിയാണ്, അതായത് തീരുമാനമാണ് നിർമ്മിക്കാൻ. അത് യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദിയാണ്. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് വരിക, എന്നിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് ഒന്ന് കാണുക. 1977 തലശ്ശേരി മാഹി ബൈപ്പാസ് ഏറ്റെടുക്കാൻ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുത്തത്. 1977. 40-ലധികം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാർച്ച് 10 അത് കേന്ദ്ര സർക്കാരിന്റെ നിതിൻ ഗഡ്കരിയുടെ ശ്രമഫലമായി, സംസ്ഥാന സർക്കാർ സഹകരിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല, അത് യാഥാർത്ഥ്യമാക്കി. ഇനി ജമ്മു കാശ്മീരിൽ പോവാ, ജമ്മുവിൽ നിന്ന് അതിനുശേഷം ആലപ്പുഴയിലും കൊല്ലത്തോട്ടും വരിക. എനിക്കൊരു സംശയമാണ് സാർ, ഡൽഹിയിൽ വരുന്ന ഡൽഹി ഗുജറാത്ത് ഹൈവേ അല്ല ഡൽഹി ബോംബെ ഹൈവേ ഏതിലെ കൂടെയാണ് സാർ പോകുന്നത്? ഡൽഹി കൂടെ അതെ, കണ്ടു നോക്കണം. അതെ, അല്ല തീർന്നിട്ടില്ല. അടുത്ത ദിവസം തന്നെ യാത്ര പോവാം. തീർന്നിട്ടില്ല. ഞാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ജമ്മു ശ്രീനഗർ തീവണ്ടി പാതയിലൂടെ യാത്ര ചെയ്യാം. ഇപ്പൊ സുഖമായിട്ട് എവിടം വരെ പോവാറ്? ബാറാമുള്ള വരെ തീവണ്ടി പോവാം. ചെലബ് നദിക്ക് കുറുകെ ഈഫിൾ ടവറിനേക്കാൾ വലുപ്പത്തിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അവിടെ മുഴുവൻ പാലങ്ങളാണ്, ആകാശം മുട്ടുന്ന, എന്താ പറയാ, ഈഫിൾ ടവറിനേക്കാൾ ഉയരമുള്ള പാലങ്ങൾ. ഇപ്പോ ജമ്മുവിൽ നിന്നും ബാറാമുള്ള വരെ തീവണ്ടിയിൽ പോകാനുള്ള പണി അതൊക്കെ ഇപ്പൊ നെറ്റിൽ അവൈലബിൾ ആണ്. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ഇരുന്ന് കാണാം. അടൽ തുരങ്കമുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ലഡാക്കിലേക്ക് പോകാൻ. ഇപ്പൊ ജമ്മു ലഡാക്ക് ഹൈവേയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സീസണിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞ് മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഒന്ന് കാണുക, ദ്വാരക എക്സ്പ്രസ് ഹൈവേ ഒന്ന് കാണുക. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേന്റെ അടിയിൽ കൂടി റോഡ് പോകുന്നുണ്ട്, തുരങ്കപാത ടണൽ പോകുന്നുണ്ട് ഡൽഹിയിലെ ട്രാഫിക് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇങ്ങനെ ഈ രാജ്യത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നിങ്ങൾ ഡൽഹിയില് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ നിലവാരമുള്ള കൺവെൻഷൻ സെന്റർ വന്നത് എപ്പോഴറിയും? ഈ അടുത്ത കാലം ഡൽഹി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡൽഹിയിലെ കൺവെൻഷൻ സെന്ററുകൾ കാണുക. എന്നിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആകെ ഇന്ത്യയിൽ 4 IIT-കൾ 5 IIT-കളായിരുന്നു. ഇന്ന് എത്ര IIT അറിയോ? കഞ്ചിക്കോട് നിന്ന് തുടങ്ങുകയാണ് IIT-കളുടെ എണ്ണം. 22 IIT-കളാണ് ഇന്ന് ഇന്ത്യയിൽ. നിൽക്കട്ടെ, എയിംസ് ഇന്ത്യയിൽ എത്ര എയിംസ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ വരുമ്പോ 5 or 6 എയിംസ്. ഇന്ന് എത്ര എയിംസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിലെ മധുരൈ മുതൽ എയിംസുകൾ നീണ്ടു കിടക്കുക. 22, 23 എയിംസുകളാണ് ഇന്ത്യയിൽ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ എത്ര മെഡിക്കൽ കോളേജ് സീറ്റ് ഉണ്ടായിരുന്നു അറിയോ? ഏതാണ്ട് 54,000 MBBS സീറ്റ്. ഇന്ന് എത്ര അറിയോ? 1,70,000 MBBS സീറ്റ്. അടുത്ത 5 വർഷം കൊണ്ട് 50,000 സീറ്റ് കൂടി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നു എന്നറിയോ? ഇന്ന് എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് അറിയോ? ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോ 15 മെഡിക്കൽ കോളേജാ, ഇന്ന് 56 മെഡിക്കൽ കോളേജാ. ഞങ്ങളുടെ ടാർഗറ്റ് UP-യിലെ 75 ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഗംഗ എക്സ്പ്രസ് ഹൈവേ കേട്ടിട്ടുണ്ടോ? ഒന്ന് പോയി കണ്ടു നോക്കണം ഉത്തർപ്രദേശിൽ. അങ്ങനെ ഈ രാജ്യം മുഴുവൻ ഇനി വേറെ പണ്ടൊരു ചാനൽ ചർച്ചയിൽ എന്നോട് ഒരാൾ തർക്കിച്ചിരുന്നു. മീററ്റ് ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഞാൻ 14 വരി പാത എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് തർക്കിച്ചു. അവസാനം സത്യമാണെന്ന് തെളിഞ്ഞു. 14 വരി പാതയാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് ഹൈവേ. ഇങ്ങനെ ഈ രാജ്യത്ത് നടന്ന ഈ റോഡുകളിലെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ തുകയും കൂടെ അറിയിക്കണം. കാരണം ഞാൻ കൊടുക്കേണ്ടി വരും കൂടെ പോകാൻ
ടാക്സിക്കാർ തയ്യാറല്ല സാറേ. കാരണം 1500 ടോൾ കൊടുക്കണം. വേണ്ട, അതിന്റെ ഉദ്ദേശം ടാക്സി ഓടിക്കാനല്ല, ടാക്സി ഓടിക്കാനല്ല, ടാക്സി ഓടിക്കാൻ നോക്കുന്നില്ല സാറേ. കോളനിവൽക്കരണത്തെ മാറ്റിയിട്ട് അല്ല സജു 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 8,000 കോടി രൂപയുടെ ഫ്ലാറ്റ് സമുച്ചയം വരികയാണ് ബോംബെയിലെ ധാരാവിയിൽ. 8,000 കോടി രൂപയുടെ ഫ്ലാറ്റ് സമുച്ചയം വരികയാണ് ധാരാവിയിൽ. അല്ല, അത്ര മോശക്കാരനാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് ആരും പുറത്താക്കിയില്ലല്ലോ അങ്ങോരെ. എല്ലാരും ഏതെങ്കിലും ഒരു മെട്രോ സിറ്റി, ഏതെങ്കിലും ഇന്റർനാഷണൽ ലെവലിലുള്ള ഏതെങ്കിലും ഒരു മെട്രോ സിറ്റി ഉണ്ടാകുന്നതാണ് ചോദിച്ചത്. ഇപ്പൊ മറുപടി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടാമല്ലോ, ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവരാണ് ഹൈവേ ചെയ്തതെന്ന്. എന്നാൽ ഞാൻ പറയുന്നു ആ ഹൈവേ കൺസ്ട്രക്ട് ചെയ്ത് ഡെവലപ്മെന്റ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ ചെലവിൽ റിനോവേറ്റ് ചെയ്യും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ, എറണാകുളം സൗത്തും എറണാകുളം നോർത്തും 300 ചില്ലാനം കോടി രൂപ വീതം കൊടുത്ത് നന്നാക്കുക, കാസർഗോഡ് പയ്യന്നൂർ ഷൊർണൂർ. ചെയ്യേണ്ട പ്രവർത്തികളല്ലേ അതൊക്കെ നരേന്ദ്രമോദിന്റെ കാലങ്ങളായിട്ട് പഴകിയ റെയിൽവേ സ്റ്റേഷനുകള് ജോലി നിങ്ങൾ ചെയ്യേണ്ടത്. യെസ് സജു 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 സമയമില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. സജു ഇനിയിപ്പോൾ ഈ ആം ആദ്മി പാർട്ടി ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോവോ? സാറേ തീർച്ചയായിട്ടും പോകും സാറേ. സാർ അങ്ങനെ പേടിക്കുക വേണ്ട. കാരണം നമ്മുടെ വോട്ട് ഷെയർ നമുക്ക് പഠിപ്പും വിവരമുള്ള നേതാക്കളുണ്ട്, നമുക്ക് കൃത്യമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു ബോഡിയുണ്ട്, വോളണ്ടറി പാർട്ടിയാണ്. സാറ് ധൈര്യമായിട്ടിരിക്കെ. അടുത്ത ചർച്ചകളിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളും ആയിട്ട് സാറിന്റെ മുമ്പ് തീർച്ചയായിട്ടും വന്നിരിക്കും. ഇവിടെ ആം ആദ്മി പാർട്ടിയെ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തിയതിന് സാറിന് നന്ദി. അല്ല, എല്ലാ ചർച്ചകളിലും വരണം. ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായം കൂടി പ്രേക്ഷകർ കാണണം, കേൾക്കണം. സജു ഒരു പൂവാണ് ചോദിച്ചത്, പക്ഷേ ശ്രീപത്മനാഭൻ ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തു. യെസ്, ഗോപകുമാർ സാർ, ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്തായിരിക്കും? ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു പരിമിതി നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത കാര്യമാണ്. അതുകൂടി ഈ സമയത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യണം. പ്ലീസ്. ഇത് കറപ്ഷനെതിരെ വന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്നുള്ളതിൽ നല്ലൊരു മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹവുമായിരുന്നു. പക്ഷേ കറപ്ഷൻ എൻ്റെ പാർട്ടായി മാറിയത് ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. അതിൽ നിന്ന് മുക്തമാവുക എന്നുള്ളതൊരു വലിയൊരു ചലഞ്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഐഡിയോളജി വേണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ഡീഗ്ലോബലൈസേഷൻ ലോകത്താണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പാർട്ടികൾക്ക് പൊതുവായ ചില ലക്ഷ്യങ്ങൾ വേണം. അത്തരം ലക്ഷ്യങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഒരു പ്രസക്തി വേണം, അതിനൊരു അജണ്ട വേണം, ഒരു മാനിഫെസ്റ്റോ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ക്യാരക്ടർ പാർട്ടിക്ക് ഇതുവരെ ഇല്ല. ഒരു നോൺ ഐഡിയോളജിക്കൽ ഫോഴ്സായിട്ട് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് എന്നുള്ള നിലയിൽ വന്ന് പ്രവർത്തിച്ചെങ്കിലും അത് ഒടുവിൽ ഒരു വ്യക്തിയുടെ പേരിലേക്ക് അത് ഒതുങ്ങി, അരവിന്ദ് കെജ്രിവാളിലേക്ക് ഒതുങ്ങി. അദ്ദേഹം തന്നെ എടുത്ത ടാക്ടിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ഫ്രീ ബീസ് കൊണ്ടുവരുന്നുണ്ട്, മറുവശത്ത് മൈനോറിറ്റീസിനെ അപ്പീസ് ചെയ്യുന്ന നടപടികൾ എടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സോഫ്റ്റ് ഹിന്ദുത്വ കൾച്ചർ കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം ഹനുമാൻ്റെ വലിയ ആരാധകനായി മാറി, ദൈവവിശ്വാസം കൂടുതലായി കാണിച്ചു, തീർച്ചയായിട്ടും അയോധ്യ മൂവ്മെൻറ്റിനെ പിന്തുണച്ചു. അപ്പോൾ BJPയുടെ ആശയങ്ങളോടൊപ്പം അടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് പറയണം. അതല്ല അതിനൊരു സോഷ്യലിസ്റ്റ് ആശയമുണ്ടെങ്കിൽ അത് പറയണം, അതല്ല ലിബറൽ ആശയമാണെങ്കിൽ അത് പറയണം. അപ്പോൾ ഐഡിയോളജി ഇല്ലാത്തതും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ ഈ ലോകത്ത് യൂറോപ്പിലുമൊക്കെ ഇതിനു മുമ്പും ഈ സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് അഥവാ പൊതുമണ്ഡലത്തിൽ നിന്ന് വരുന്ന, പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക ലക്ഷ്യം, ഒരു പ്രത്യേക കോസിന് വേണ്ടി വരുന്ന പാർട്ടികൾ, മൂവ്മെൻറ്റ്സ് രാഷ്ട്രീയ പാർട്ടികളായി വന്ന ഉദാഹരണങ്ങളുണ്ട്. അത് കൂടുതലും പാരിസ്ഥിതിക പാർട്ടികളാണ്. പക്ഷേ യൂറോപ്പിൽ അവർക്കൊക്കെ ഒരു 15%
പ്രസ്ഥാനത്തിനപ്പുറം യൂറോപ്യൻ പാർലമെൻറ്റിൽ വലിയൊരു ശക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മൂവ്മെൻറ്റ് കൺവേർട്ടഡ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ മൂവ്മെൻറ്റിൻ്റെ ശക്തിയും സ്റ്റീമും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും, പല കാരണങ്ങൾ കൊണ്ട് മാറും, ആൾട്ടർനേറ്റീവ്സ് വരും. അപ്പോൾ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തമായ ഐഡിയോളജി വേണം. നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്ര പറഞ്ഞ് കളിയാക്കിയാലും അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വൈരുദ്ധ്യതയുണ്ട്, അതുകൊണ്ടത് ഇന്ത്യയിൽ ക്ലിക്ക് ചെയ്തില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നാൽ അതിനൊരു ഐഡിയോളജിക്കൽ പൊസിഷനുണ്ട്. ഇവിടെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഇല്ലാത്തതും ആം ആദ്മി പാർട്ടിക്ക് ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയൊരു വെല്ലുവിളിയാകും. ആൻറ്റി കറപ്ഷൻ മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴതിന് ക്രെഡിബിലിറ്റി പോയി. മറുവശത്ത് ഒരു ഓർഗനൈസ്ഡ് ഫോഴ്സായിട്ട് നിൽക്കണമെങ്കിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരണം. നമുക്കറിയാമല്ലോ ഇതിനകത്ത് വന്ന പലരും പലപ്പോഴും പുറത്തു പോയത്. ആദ്യം പുറത്തു പോയത് വളരെ പ്രശസ്തനായ പൊളിറ്റിക്കൽ അനലിസ്റ്റായ യോഗേന്ദ്ര യാദവാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള അനലിസ്റ്റുകളെയും ബുദ്ധിജീവികളെയും ഉൾക്കൊള്ളാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ കെജ്രിവാളിൽ തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണോ? ഇപ്പോൾ അതിഷി എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഒരു കസേര അവിടെ ഇട്ടിട്ട് മറ്റൊരു കസേരയിലായിരുന്നു അവരിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയത്തിൽ ഭരിക്കേണ്ടത്? നോബഡി ഈസ് ഇന്നെവിറ്റബിൾ. ആരും ഒഴിവാക്കാൻ പറ്റാത്തവരില്ല. ഒരാൾ പോയാൽ മറ്റൊരാൾ വരും. കാരണം പ്രകൃതി തന്നെ ഈ ശൂന്യതയെ എതിർക്കുന്നുണ്ട്. നേച്ചർ ഹേറ്റ്സ് വാക്യൂം എന്ന് പറയും. അതുപോലെ ഒരു പാർട്ടിയിലായാലും അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ അതിഷിക്ക് പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി കസേര ഡിഫാക്റ്റോ മുഖ്യമന്ത്രിയായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ തന്നെ ഡിജുറെ അല്ലെങ്കിൽ നിയമപരമായ മുഖ്യമന്ത്രിയായി തുടരുന്നത്. ഇങ്ങനെയാണോ പാർട്ടികൾ കൊണ്ടുപോകേണ്ടത്? അപ്പോൾ പാർട്ടിക്കകത്ത് പിളരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിളരാൻ മറുവശത്ത് അതുപോലൊരു ശക്തി ഉണ്ടോ? അങ്ങനൊരു വ്യത്യസ്ത ഗ്രൂപ്പിനെ വളർത്തിയിട്ടില്ലല്ലോ. അപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പിനെ വളർത്തി മറ്റൊരു റൈവൽ ക്യാമ്പ് ഇല്ലാത്തിടത്തോളം കാലം സ്വയം ക്ഷീണിക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇതിന് നല്ല ജോലിയുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് കെജ്രിവാളിൽ നിന്ന് തുടങ്ങണോ മറ്റാരെങ്കിലും നിന്ന് തുടങ്ങണോ, അത് എങ്ങനെ അത് മോഡൽ ചെയ്യും എന്നുള്ളത്. കാരണം ഈ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾക്ക് എന്തും പ്രസംഗിക്കാം, പക്ഷേ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നം. വാസ്തവത്തിൽ അണ്ണാ ഹസാരെ അന്ന് കൊടുത്തൊരു ഉപദേശം വളരെ പ്രസക്തമായിരുന്നു. അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴാകട്ടെ അഴിമതിയിൽ പൂണ്ടു നിൽക്കുകയുമാണ്. യെസ്, വെൽ സെറ്റ്. സാറ് പറഞ്ഞത് 100% ശരിയാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, ചർച്ച അവസാനിക്കാൻ പോകുന്നു. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, അതായത് നിങ്ങളുടെ പാർട്ടി ആപ്പുമായി ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ BJPക്ക് കുറേ കൂടി സീറ്റുകൾ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? അല്ല, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടാകാറില്ല ഒരിക്കലും. അങ്ങനെ രണ്ടായ ചരിത്രവുമില്ല. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞത് തന്നെയാകാം ശരി. ഇപ്പോ 16 സീറ്റുകളുടെ ഒരു കണക്കില് 16 സീറ്റുകൾ ഇപ്പൊ BJP വിജയിച്ചിരിക്കുന്നിടത്ത് ഞങ്ങളുടെ കിട്ടിയ വോട്ടും ഇതിന്റെ മാർജിനും തമ്മിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 16 സീറ്റുകൾ കൂടി ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം എപ്പോഴും അത് മോരും മുതിരയും പോലെയാ കിടന്നത്. അങ്ങനെ ഒരു സഖ്യത്തിൽ, കാരണം ഞങ്ങളുടെ ഒരു ബേസിലാണ് അവർ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവര് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ്. അതൊരിക്കലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ആകുന്നില്ല എന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കൂടെ ഒന്നിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതുപോലെ തന്നെ അണികൾ, ഇനിയിപ്പൊ നേതൃത്വം സ്വീകരിച്ചാലും അണികൾ ഒട്ടും സ്വീകരിക്കാത്ത ഒന്ന്. പക്ഷെ രാഷ്ട്രീയത്തിൽ അന്തിമമായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ ഹരിയാനയിൽ ഒരല്പം വിട്ടുവീഴ്ച അന്ന് ആം ആദ്മി പാർട്ടി ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ അതിന്റെ ഒരു അലയൊലികൾ, കാരണം അവിടെ 6 സീറ്റ് വരെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആഗ്രഹിച്ച സീറ്റുകളുടെ എണ്ണമൊക്കെ 10, 20, 30 ഒക്കെ ആയിരുന്നു. അവിടെ ഒരു അലയൻസ് നടന്നില്ല. അതിന്റെ ഒരു അലയൊലി അത് തീർച്ചയായിട്ടും ഡൽഹിയിൽ ഉണ്ടായി എന്നുള്ളത്. ഒരുപക്ഷെ ഹരിയാനയിൽ അന്ന് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം വർക്കൗട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഡൽഹിയിൽ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, EVM-നെ കുറിച്ച് അല്ല, EVM-നേക്കാൾ ഗൗരവമായ വേറെ ചില ആരോപണങ്ങൾ, അത് പരകാല പ്രഭാകർ പറഞ്ഞിരിക്കുന്ന ആരോപണം വരെയാണ്. 4 മണിക്കും 5 മണിക്ക് ശേഷം 50 ലക്ഷം ആളുകൾ പൊടുന്നനെ വോട്ടർമാരായി വരിക, ഒരു കെട്ടിടത്തിന്റെ മറവിൽ തന്നെ 7000 പുതിയ വോട്ടർമാർ ചേരുക, രാജ്യത്തുള്ള 18 വയസ്സിൽ മുതൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ. ശ്രീപത് അതിനുകൂടി ഒരു മറുപടി എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും EVM-നെ ഇപ്രാവശ്യം കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. ഓക്കെ, കണ്ണൂർ ജില്ലയിൽ പണ്ട് മരിച്ചുപോയ ആത്മാക്കൾ വോട്ട് ചെയ്യാൻ വരും. ഇപ്പൊ കണ്ണൂര് പോയി അത് നടക്കുന്നുണ്ട്.
അല്ല, കണ്ണൂർ ഇപ്പൊ അത് നടക്കുന്നില്ല. പിന്നെ അല്ലേ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ്. തമാശ പറഞ്ഞ് ചിരിക്കാം എന്നല്ലാണ്ട് ഇതൊന്നും ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് കണ്ണൂർ നടക്കുന്നില്ല. പിന്നല്ലേ. ഓക്കെ എന്തായാലും ഇത് ആം ആദ്മി പാർട്ടിയുടെ മാത്രം പരാജയമല്ല. ഡൽഹി ജനത അടിച്ചോടിച്ചവരിൽ നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ അർബൻ നക്സലുകളും ഈ ടുക്ഡേ ഗാങ്ങും പൊളിറ്റിക്കൽ ഇസ്ലാമും സോറോസ് ഫണ്ടഡ് ജേർണലിസ്റ്റുകളും ഉൾപ്പെടുന്നു. കൂട്ടത്തിൽ ദേശവിരുദ്ധത മുഖമുദ്രയാക്കിയ ഇന്ത്യ മുന്നണിയും നിലം പരിശായി. അതാണ് യാഥാർത്ഥ്യം. ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുവരാൻ BJPക്ക് ഊർജം പകരുന്ന ഉജ്ജ്വല വിജയമാണ് ഡൽഹി സമ്മാനിച്ചത്. അതിൽ ഡൽഹി ജനതയ്ക്ക് അഭിമാനിക്കാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.